Okay. Hello everyone. Welcome to 𝗟𝗘𝗔𝗗 Learning. This is 𝗟𝗘𝗔𝗗 here. സോ ഇനി വരാൻ പോകുന്ന ഡിസംബർ 2023 എക്സാമുമായി ബന്ധപ്പെട്ട് 𝗟𝗘𝗔𝗗 ലേണിംഗ് സംഘടിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വെബിനാർ സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്ന് ഈ വെബിനാർ സീരീസിന്റെ 2ാം ദിവസമാണ്. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്, അപ്പൊ അറിയാലോ, നമ്മൾ തുടക്കത്തിൽ ഇന്നലത്തെ ദിവസം ഓൾഡ് ഇംഗ്ലീഷ് തൊട്ട് അഗസ്റ്റൻ ഏജ് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് റൊമാൻറ്റിക്കും വിക്ടോറിയനും ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ സാധിക്കുമായിരുന്നു. സോ ഒന്നും കൂടെ പറയാം, ഇന്നലെ നമ്മൾ ഓൾഡ് ഇംഗ്ലീഷും തൊട്ട് റൊമാൻറ്റിക് ഏജ് വരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് 𝗟𝗘𝗔𝗗 ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ, ഇന്ന് റൊമാൻറ്റിക്കും വിക്ടോറിയനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഈ പോർഷനുമായി ബന്ധപ്പെട്ട, ഇന്നിപ്പോൾ എടുത്ത പോർഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ നിങ്ങൾക്ക് ആപ്പിൽ അതിന്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. അറിയാലോ, ഇത്തരം മത്സര പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്ന ആരായാലും മോക്ക് ടെസ്റ്റുകൾ കഴിയുന്നത്ര അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഓക്കെ, ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ഹാപ്പി. സോ ഇപ്പൊ നമ്മുടെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വെബിനാറിന്റെ ഒരു സീരീസ് ആണിത്. അപ്പൊ ഓൾറെഡി ടൈം ടേബിൾ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇന്ന് റൊമാൻറ്റിക്കും വിക്ടോറിയനും പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് രണ്ടുപേരും. അപ്പൊ ഇതിനു മുമ്പുള്ള PYQന്റെ ഒരു സെഷനിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയ എന്ന് പറയുന്നത് റൊമാൻറ്റിക് തൊട്ടുള്ള ഭാഗം. റൊമാൻറ്റിക് തൊട്ട് നിങ്ങൾ പോസ്റ്റ് വാർ, പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ വരെയുള്ള ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 40+ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയ. 40ൽ പുറത്ത് ചോദ്യങ്ങൾ, ക്ലോസ് ടു 50, ഒരു പകുതിയോളം ചോദ്യങ്ങൾ ഇവിടെ ഇത്രയും ഭാഗത്ത് തന്നെ വരുമെന്ന് നമുക്ക് പറയാം. അപ്പൊ അത്രത്തോളം ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. അറിയാലോ, റൊമാൻറ്റിക് വിക്ടോറിയൻ അത്രയും പ്രധാനപ്പെട്ട ഏരിയ ആണ്. സോ ഈ രണ്ട് ഏരിയ ആണ് ഞാൻ ഇന്ന് ക്ലാസ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. സോ ഓക്കെ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഓരോരുത്തരായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി. ഞാൻ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ച് അതിനനുസരിച്ച്, ഇന്നലെ അതുപോലെ ആയിരുന്നു നമ്മുടെ ഇന്ററാക്ഷൻ, നമുക്ക് അങ്ങനെ ഉണ്ട്. അപ്പം തുടർച്ചയായി ഞാൻ കമന്റ് വായിച്ചുകൊണ്ട് പോകുന്നില്ല, ഞാൻ പറഞ്ഞു പോയിട്ട് ഒരു സമയമാകുമ്പോഴത്തേക്ക് ഞാൻ കമന്റുകളിലേക്ക് വന്ന് അതിന് ആൻസർ ചെയ്യാം. സോ ഇന്ന് നമ്മൾ റൊമാൻറ്റിക്കും വിക്ടോറിയൻ ഏജുമാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ റൊമാൻറ്റിക്സിലേക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലെ. റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത്, അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എ സ്റ്റൈൽ ഇൻ ഫൈൻ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ദാറ്റ് എംഫസിസ് പാഷൻ ഓവർ റീസൺ, ഇമാജിനേഷൻ ആൻഡ് ഇൻറ്റ്യൂഷൻ ഓവർ ലോജിക്. സോ റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് സാഹിത്യത്തിൽ സംഭവിച്ച ഒരു മൂവ്മെന്റ് ആണെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഒരു ശൈലിയാണ്. ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ശൈലി. ഇത് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് പാഷൻ, വികാരത്തിനാണ്. റീസൺ, വിവേകത്തിനല്ല. വികാരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ശൈലിയാണ് റൊമാൻറ്റിസം എന്ന് പറയുന്നത്. ഇമാജിനേഷൻ ആൻഡ് ഇൻറ്റ്യൂഷൻ ഓവർ ലോജിക്. ലോജിക്കിന് മുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്നത്, അല്ലെങ്കിൽ ഊന്നൽ നൽകുന്നത് ഭാവനയ്ക്കും ചിന്തകൾക്കുമാണ്. സോ ചിന്ത, ഭാവന, വികാരം, ഇത്തരം കാര്യങ്ങൾക്ക് സ്ട്രെസ് നൽകുന്ന ഒരു ശൈലിയാണ്, സാഹിത്യത്തിലെ ഒരു ശൈലിയാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ റൊമാൻറ്റിക് ഏജ് എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ, നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുമ്പോൾ നമ്മൾ റെസ്റ്റോറേഷൻ, അഗസ്റ്റൻ ഏജ് പഠിച്ചിട്ട് നേരെ റൊമാൻറ്റിക് ഏജിലേക്ക് പോവുകയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, റൊമാൻറ്റിസിസം എന്ന് പറയുന്ന ഒരു ദിവസം 1 ഡേ പൊട്ടിമുളച്ച ഒരു കാര്യമല്ല. റൊമാൻറ്റിസത്തിലേക്ക് വഴിയൊരുക്കിയ ചില സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾ പഠിച്ചുകൊണ്ട് വേണം നമുക്ക് റൊമാൻറ്റിസത്തിലേക്ക് കടക്കാം. നമ്മൾ നേരെ വേർഡ്സ്വർത്തിനെ ശൈലി നമ്മൾ പഠിച്ചു തുടങ്ങുകയല്ല. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു വേണം നമുക്ക് അതിലേക്ക് പോകാനായിട്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ അഗസ്റ്റൻ ഏജ് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പൊ അഗസ്റ്റൻ ഏജ് അറിയാലോ നിങ്ങൾക്ക്, ഏകദേശം ഒരു 1785 ആ ഒരു ടൈം നമ്മുടെ ഏജ് ഓഫ് ജോൺസനും അവസാനിക്കുന്ന സമയം. പക്ഷേ ഈ ജോൺസന്റെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1760s 70s എന്ന് പറയുന്ന ഒരു സമയം. അതായത് അഗസ്റ്റൻ ഏജിന്റെ ഒരു സമയം അങ്ങോട്ട് തീരുകയും ചെയ്തു, എന്നാൽ റൊമാൻറ്റിക് ഏജ് അങ്ങോട്ട് തുടങ്ങിയതും ഇല്ല. എന്നാൽ ഏറ്റവും അവസാനം, അതായത് അഗസ്റ്റൻ ഏജിന്റെ ഏറ്റവും അവസാന സമയത്ത് എഴുതിയ ചില എഴുത്തുകാരിൽ നമുക്ക് റൊമാൻറ്റിക് എലമെന്റ്സ് കാണാൻ സാധിക്കും. ഇവരാണ് പ്രീകേഴ്സേഴ്സ് ടു റൊമാൻറ്റിസം. അത് റൊമാൻറ്റിസത്തിന് വഴി ഒരുക്കിയത് 4 പേരാണ്. 4 പേര്. ഒന്ന് ഗോത്തിക് നോവലിസ്റ്റുകളാണ്. റൊമാൻറ്റിസത്തിന് വഴി ഒരുക്കിയ പ്രധാനപ്പെട്ട വ്യക്തികൾ. ഒന്ന് ഗോത്തിക് നോവലിസ്റ്റുകളാണ്. 2 ട്രാൻസിഷണൽ പോയറ്റ്സ് ആണ്. 3 വാൾട്ടർ സ്കോട്ട് ആണ്. 4 നമുക്കിവിടെ അത് പറയേണ്ട കാര്യമില്ല, 4 ജർമ്മൻ റൊമാൻറ്റിക്സ് ആണ്. ജർമ്മൻ റൊമാൻറ്റിക്സ്. ഇത്രയും പേരാണ് നമുക്ക് റൊമാൻറ്റിസത്തിന് വഴിയൊരുക്കുക. പറഞ്ഞല്ലോ, റൊമാൻറ്റിസം ഒരു ദിവസം രാവിലെ പൊട്ടിമുളച്ചുണ്ടാവുന്ന ഒരു മൂവ്മെന്റ് അല്ല. അതിന് 4 പ്രീകേഴ്സേഴ്സ് ഉണ്ട്, മുൻഗാമികളുണ്ട്. റൊമാൻറ്റിസത്തിന് വഴിയൊരുക്കിയ 4 പേർ ഇവരൊക്കെയാണ്.
ഒന്ന് ജർമ്മൻ റൊമാൻറ്റിക്സ്, അവരെന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ ഗോത്തിക് നോവലിസ്റ്റ്, ട്രാൻസിഷണൽ പോയറ്റ്സ്, വാൾട്ടർ സ്കോട്ട്. ഇവരെന്തായാലും പറയും. ഇപ്പൊ ഇവരെ പറഞ്ഞിട്ടേ നമ്മൾ റൊമാൻറ്റിസം എന്ന് പറഞ്ഞ പ്രോപ്പർ റൊമാൻറ്റിക് മൂവ്മെന്റിലേക്ക് പോകത്തുള്ളൂ. കാരണം റൊമാൻറ്റിക് മൂവ്മെന്റ് നമ്മൾ പറയുന്നത് റൊമാൻറ്റിക് റിവൈവൽ എന്ന് കൂടിയാണ്. കാരണം ഓൾറെഡി മിഡീവൽ കാലഘട്ടങ്ങളിൽ റൊമാൻറ്റിക് എലമെന്റ്സ് നമുക്ക് സാഹിത്യത്തിൽ കാണാൻ സാധിക്കും. അത് വീണ്ടും റിവൈവ് ചെയ്യപ്പെടുകയാണ് ഏകദേശം 19ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ പ്രീകേഴ്സേഴ്സ് ഓഫ് റൊമാൻറ്റിസം എന്ന് പറയുന്നത് ഗോത്തിക് നോവലിസ്റ്റ്, ട്രാൻസിഷണൽ പോയറ്റ്സ്, വാൾട്ടർ സ്കോട്ട്. ഇപ്പൊ ഇവരെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യം ട്രാൻസിഷണൽ പോയറ്റ്സിലേക്ക് പോകാം. എന്താണ് ഈ ട്രാൻസിഷണൽ പോയറ്റ്സ്? ആ ട്രാൻസിഷൻ എന്ന് ആ വാക്കെടുത്ത് നോക്കിയ ട്രാൻസിഷൻ എന്താ? ട്രാൻസിഷൻ മാറ്റം എന്നാണ്. യെസ്, ആ മാറ്റം ഒരുക്കിയവർ, അത് അഗസ്റ്റൻ പ്രവണതകളിൽ നിന്ന് റൊമാൻറ്റിക് പ്രവണതയിലേക്ക് സഞ്ചരിച്ചവർ, ആ ഒരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത് ട്രാൻസിഷണൽ പോയട്രി. പ്രധാനപ്പെട്ട ട്രാൻസിഷണൽ പോയറ്റ്സിനെ ഓരോരുത്തരായിട്ട് ഞാൻ പറയാം. ഒന്ന് ജെയിംസ് തോംസൺ ആണ് പ്രധാനപ്പെട്ട ഫസ്റ്റ് ട്രാൻസിഷണൽ പോയറ്റ്. ജെയിംസ് തോംസൺ, അദ്ദേഹത്തിന്റെ 2 വർക്ക്സ് ആണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. 2 വർക്ക്സ്, ഒന്ന് ദ സീസൺസ്, 2 ദ കാസിൽ ഓഫ് ഇൻഡോളൻസ്. 2 പ്രധാനപ്പെട്ട വർക്ക്സ് ആണ് ജെയിംസ് തോംസന്റേതായിട്ട് അറിയാനുള്ളത്. സോ പ്രധാനപ്പെട്ട ട്രാൻസിഷണൽ പോയറ്റ് നമ്പർ 1 അത് ജെയിംസ് തോംസൺ ആണ്, അദ്ദേഹത്തിന്റെ 2 വർക്ക്സ്. ദെൻ തോമസ് ഗ്രേ. അപ്പൊ തോമസ് ഗ്രേയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യം, തോമസ് ഗ്രേ ഒരു സ്കൂൾ ഓഫ് പോയട്രിയിൽ നമുക്ക് പെടുത്താൻ പറ്റും. അദ്ദേഹത്തിനെ നമുക്ക് എന്താ പറയാ, ഗ്രേവിയാർഡ് പോയട്രി എന്ന് പറയാം. ഗ്രേവിയാർഡ് പോയട്രി അല്ലെങ്കിൽ ഗ്രേവിയാർഡ് സ്കൂൾ, ഗ്രേവിയാർഡ് പോയട്രി എന്ന് പറയാം. അതായത് ഒരു കൂട്ടം കവികൾ, അവർക്ക് പൊയറ്റിക് ഇൻസ്പിറേഷൻ ഇതുപോലെയുള്ള ശ്മശാന ഭൂമികളിൽ നിന്നാണ് അവർക്ക് പൊയറ്റിക് ഇൻസ്പിറേഷൻ ലഭിച്ചത്. അപ്പൊ അത്തരം കവികളെ നമുക്ക് ഗ്രേവിയാർഡ് പോയറ്റ്സ് എന്ന് നമുക്ക് പെടുത്താം. സോ ഗ്രേവിയാർഡ് പോയട്രിയിൽ പെടുന്ന ഒരു വ്യക്തിയാണ് തോമസ് ഗ്രേ. അദ്ദേഹം ട്രാൻസിഷണൽ പോയറ്റ് കൂടിയാണ്. സോ തോമസ് ഗ്രേയുടെ പ്രധാനപ്പെട്ട കവിതകൾ ഡെത്ത് ഓഫ് റിച്ചാർഡ് വെസ്റ്റ്, ഹിം ടു അഡ്വേഴ്സിറ്റി, ഓഡ് ഓൺ എ ഡിസ്റ്റന്റ് പ്രോസ്പെക്ട് ഓഫ് എയ്റ്റൺ കോളേജ്, പിന്നെ ഒരു അൺഫിനിഷ്ഡ് ആയ ഒരു കവിത ഹിം ടു ഇഗ്നറൻസ്. പ്രധാനപ്പെട്ട കവിതകളാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ഹൊറസ് വാൾപോൾ. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. 1747 അദ്ദേഹത്തിന്റെ സുഹൃത്തായ വാൾപോളിന്റെ പൂച്ച മരിച്ചപ്പോൾ അദ്ദേഹം ഒരു കവിത എഴുതിയിരുന്നു, അദ്ദേഹത്തെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ വേണ്ടി. ആ കവിതയുടെ പേര് ഓഡ് ഓൺ ദ ഡെത്ത് ഓഫ് എ ഫേവററ്റ് ക്യാറ്റ് എന്നാണ്. ഡ്രൗണ്ട് ഇൻ എ ബൗൾ ഓഫ് ഗോൾഡ് ഫിഷസ്. ഇതാണ് ആ കവിതയുടെ പേര്. ഇപ്പൊ രസകരമായ ടൈറ്റിൽ തന്നെ രസകരമായ ഒരു പേരാണ്. സോ 1747 അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ പൂച്ച മരിച്ചപ്പോൾ അദ്ദേഹം ഒന്ന് സാന്ത്വനിപ്പിക്കാൻ വേണ്ടി എഴുതിയ കവിതയാണ് ഓഡ് ഓൺ ദ ഡെത്ത് ഓഫ് എ ഫേവററ്റ് ക്യാറ്റ്. ദെൻ ഗ്രേ ബിക്കം ഫേമസ് ഫോർ ഹിസ് എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. 1751 ഈ കവിത എഴുതപ്പെടുന്നത്, എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. സാധാരണ എലജി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? poem lamenting the death of a person. പക്ഷേ ഗ്രേസ് എലജി കാൻ ബി കൺസിഡർഡ് ആസ് ആൻ എക്സ്റ്റൻഷൻ ഗിവൻ ടു ദ ഡെഫിനിഷൻ. കാരണം ഒരാൾ മരിച്ചതിൽ ലഭിക്കുകയല്ലോ, ഒരു ഗ്രാമത്തെ മുഴുവൻ അവരുടെ കഷ്ടതകൾ, അവരുടെ പട്ടിണി, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ മരണം, അതിനെ വിലപിക്കുന്ന ഒരു കവിതയാണ് എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. സോ ട്രാൻസിഷണൽ പോയട്രിയിലെ 2ാമത്തെ വ്യക്തി നമ്മുടെ തോമസ് ഗ്രേ തന്നെയാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, തോമസ് ഗ്രേ ട്രാൻസിഷണൽ പോയട്രി എന്ന് പറയുമ്പോൾ പോലും ഗ്രേവിയാർഡ് പോയറ്റ്സിൽ നമുക്ക് പെടുത്താൻ പറ്റും. ഗ്രേവിയാർഡ് പോയറ്റ്സ് എന്ന് പറഞ്ഞ 2-3 കവികളുണ്ട്. ഓക്കെ, ദെൻ വില്യം കോളിൻസ് പ്രധാനപ്പെട്ട 3ാമത്തെ കവിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില ഓഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ പേരുകൾ പഠിച്ചു വെച്ചോളൂ. ഓഡ് ടു ഫിയർ, ഓഡ് ടു പിറ്റി, ഓഡ് ഓൺ ദ പൊയറ്റിക്കൽ ക്യാരക്ടർ, ഓഡ് ടു ഈവനിങ്. 4 പ്രധാനപ്പെട്ട കവിതകളാണ്. ഓഡ് ടു ഫിയർ, ഓഡ് ടു പിറ്റി, ഓഡ് ഓൺ ദ പൊയറ്റിക്കൽ ക്യാരക്ടർ, ഓഡ് ടു ഈവനിങ്. അടുത്ത 4ാമത്തെ ട്രാൻസിഷണൽ പോയിന്റ് വില്യം കൗപ്പർ ആണ്. വില്യം കൗപ്പറിന്റെ 2 പ്രധാനപ്പെട്ട വർക്ക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്ന് ടാസ്കും ഒന്ന് ദ കാസ്റ്റവേ ആണ്. അപ്പൊ പ്രധാനപ്പെട്ട റൈറ്റിംഗ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കാരണം കമ്പാരിറ്റീവ് ലെങ്തി ആയിട്ടുള്ള 2 ഏരിയ ആണ് ഈ റൊമാൻറ്റിക്കും വിക്ടോറിയനും. എല്ലാം കൂടെ നമുക്ക് എല്ലാത്തിനും ലൈൻ ബൈ ലൈൻ ഒന്നും ഡിസ്കസ് ചെയ്യാൻ എന്തായാലും സാധ്യമല്ല. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്സ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ദ ടാസ്കും കാസ്റ്റവേ ആണ് പ്രധാനപ്പെട്ട വർക്ക്സ്. ദെൻ നെക്സ്റ്റ് വില്യം ബ്ലേക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ആദ്യം തന്നെ പറയാം. The Marriage of Heaven and Hell, 1790. Marriage of Heaven and Hell വളരെ പ്രധാനപ്പെട്ട വർക്കാണ്, Marriage of Heaven and Hell. നെക്സ്റ്റ് Songs of Experience, അതിനുശേഷം Visions of the Daughters of Albion, America a Prophecy, then the First Book of Urizen. ഇത്രയാണ് പ്രധാനപ്പെട്ട വില്യം ബ്ലേക്കിൻ്റെതായിട്ട് പറയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വർക്ക്സ്. ഇത്രയാണ്: Marriage of Heaven and Hell, Songs of Experience, Visions of the Daughters of Albion, America a Prophecy, the First Book of Urizen. Okay, next
റോബർട്ട് ബേൺസ്. പ്ലോമാൻ പോയറ്റ് എന്നറിയപ്പെട്ട കവിയാണ് റോബർട്ട് ബേൺസ്, എ സ്കോട്ടിഷ് പെസന്റ് പോയറ്റ് കോൾഡ് ദ പ്ലോമാൻ പോയറ്റ്. അദ്ദേഹത്തിന്റെ ഏക നറേറ്റീവ് പോമിന്റെ പേര് ടോം ഓ ഷാൻഡർ എന്നാണ്. ടോം ഓ ഷാൻഡർ ഹിസ് ഒൺലി നറേറ്റീവ് പോം. ശ്രദ്ധിക്കുക, ടോം ഓ ഷാൻഡർ ഇസ് റോബർട്ട് ബേൺസ് ഒൺലി നറേറ്റീവ് പോം. ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, റൊമാൻറ്റിസിസ്റ്റിന്റെ മുൻഗാമികൾ എന്ന് പറയുന്നത് ട്രാൻസിഷണൽ പോയറ്റ്സ്, ഗോത്തിക് നോവലിസ്റ്റുകൾ, പിന്നെ വാൾട്ടർ സ്കോട്ട് ആണ്. അപ്പൊ ട്രാൻസിഷണൽ പോയറ്റ്സ് ആരൊക്കെയാന്ന് പറഞ്ഞു? കൗപ്പർ, അതുപോലെ തന്നെ കോളിൻസ്, തോംസൺ, ഗ്രേ, പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ, പിന്നെ അത് ബ്ലേക്ക്. അപ്പൊ 5 പ്രധാനപ്പെട്ട ട്രാൻസിഷണൽ പോയറ്റ്സിനെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഗോത്തിക് നോവലിസ്റ്റുകളാണ്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ഗോത്തിക് നോവലിസ്റ്റുകൾ? എന്താണ് ഈ ഗോത്തിക് റൊമാൻസ് എന്ന് പറഞ്ഞത്? The work was initiated in England by Horace Walpole's Castle of Otranto. ഗോത്തിക് എന്ന് പറയുന്ന ട്രെൻഡ് അത് ഇംഗ്ലണ്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഹൊറൈസ് വാൾപോളിന്റെ കാസിൽ ഓഫ് ഒട്രാൻഡോ എന്ന് പറയുന്ന നോവലിലൂടെയാണ്. കാസിൽ ഓഫ് ഒട്രാൻഡോ എന്ന നോവലാണ് ഈ ഒരു ട്രഡീഷൻ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. വാൾപോൾസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സക്സസർ വാസ്, വാൾപോൾ ഈ ഒരു ട്രെൻഡ് കൊണ്ടുവന്നതിന് ശേഷം അതിനൊരു തുടർച്ച നൽകിയത് ആൻ റാഡ്ക്ലിഫ് ആണ്. ആൻ റാഡ്ക്ലിഫിന്റെ മിസ്റ്ററീസ് ഓഫ് ഉഡോൾഫോ 1794, പിന്നീട് ഇറ്റാലിയൻ 1797. ഇവയെ രണ്ടും ഈ ഒരു ട്രഡീഷനിലെ പ്രധാനപ്പെട്ട ഫേമസ് ആയ 2 നോവൽസ് ആണ്. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗോത്തിക് റൊമാൻസ് ആ ഒരു ട്രെൻഡ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നത് കാസിൽ ഓഫ് ഒട്രാൻഡോ ആണ്, ഹൊറൈസ് വാൾപോളിന്റെ കാസിൽ ഓഫ് ഒട്രാൻഡോ. പിന്നെ അതിന് നല്ല മികച്ച തുടർച്ച നൽകിയത് ആൻ റാഡ്ക്ലിഫ് ആണ്. ആൻ റാഡ്ക്ലിഫിന്റെ മിസ്റ്ററീസ് ഓഫ് ഉഡോൾഫോ, ഇറ്റാലിയൻ, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വർക്ക്സ്. ഓക്കെ, തീരുന്നില്ല. എ മോർ സെൻസേഷണൽ ടൈപ്പ് ഓഫ് ഗോത്തിക് റൊമാൻസ്, കുറച്ചുകൂടെ വയലൻസും ബ്ലഡ് ഷെഡും ഒക്കെയുള്ള ഗോത്തിക് റൊമാൻസ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഗോത്തിക്കും ഏകദേശം ഇംഗ്ലണ്ടിൽ വരുന്നതിന് മുമ്പ് ജർമ്മൻ സാഹിത്യത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ അത് ഇംഗ്ലണ്ടിലേക്ക് കുറച്ചുകൂടെ ഒരു വയലൻസ്, ഹൊററും ഗോറൊക്കെ ഉള്ള ഗോത്തിക് വയലൻസ് കൊണ്ടുവന്നത് മാത്യു ഗ്രിഗറി ലൂയിസ് ആണ്. അദ്ദേഹത്തിന്റെ ദ മോങ്ക് എന്ന നോവലിലൂടെ 1796 എഴുതപ്പെട്ട മോങ്ക് എന്ന നോവലിലൂടെയാണ് അത് വന്നത്. മോങ്ക്. അപ്പൊ മോങ്ക് അത്രയും ഫേമസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ മോങ്ക് ലൂയിസ് എന്ന് വിളിക്കാറുണ്ട്. മോങ്ക് ലൂയിസ്. നെക്സ്റ്റ്, വില്യം ബെക്ക്ഫോർഡിന്റെ ഒരു പ്രധാനപ്പെട്ട നോവലാണ് വാറ്റക് 1786. സോ ഹൊറൈസ് വാൾപോൾ, ദെൻ ആൻ റാഡ്ക്ലിഫ്, അത് കഴിഞ്ഞാൽ മാത്യു ഗ്രിഗറി ലൂയിസിന്റെ മോങ്ക്, ദെൻ വില്യം ബെക്ക്ഫോർഡിന്റെ വാറ്റക്. അതിനുശേഷം വളരെ സെൻസേഷണൽ ആയ മറ്റൊരു നോവൽ ഫ്രാങ്കൻസ്റ്റൈൻ, മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ. ഓഫ് കോഴ്സ് ഡ്രാക്കുള, ബ്രാം സ്റ്റോക്കറിന്റെ ഡ്രാക്കുള. എനിക്കൊന്ന് ഈ ഒരു കൂട്ടത്തിൽ ഇപ്പം സാഹിത്യ വിദ്യാർത്ഥികൾക്ക് ബാക്കിയെല്ലാം പരിചിതമായിരിക്കുമെങ്കിലും കോമൺ ഓഡിയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ഡ്രാക്കുള കുറച്ചുകൂടെ ജനപ്രിയമായ ഒരു വർക്കാണ് അല്ലെ. ഒരുപാട് അഡാപ്റ്റേഷൻ സീരീസ് ആയിട്ടും സിനിമയായിട്ടും ഒക്കെ മലയാളത്തിൽ ഉൾപ്പെടെ സിനിമയും സീരീസും ആയിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു നോവലാണ് ഡ്രാക്കുള, ബ്രാം സ്റ്റോക്കറിന്റെ ഡ്രാക്കുള. ഓക്കെ, ദെൻ ഇനി ഹൊറൈസ് വാൾപോൾ. ഇനി ഓരോരോ റൈറ്റേഴ്സിനായിട്ട് നമുക്ക് നോക്കാം. ആദ്യമേ ഹൊറൈസ് വാൾപോൾ, അദ്ദേഹത്തിന്റെ കാസിൽ ഓഫ് ഒട്രാൻഡോ എ ഗോത്തിക് സ്റ്റോറി എന്നാണ് അതിന്റെ പേര്. കാസിൽ ഓഫ് ഒട്രാൻഡോ എ ഗോത്തിക് സ്റ്റോറി, ഇതാണ് അതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ. ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ട വർഷം 1765 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഗോത്തിക് എന്ന് പറയുന്ന ഈ ഒരു ട്രെൻഡ് ആദ്യം സാഹിത്യത്തിലല്ല വരുന്നത്, ആദ്യം ആർക്കിടെക്ചറിലും ഗാർഡനിങ്ങിലുമാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറി അദ്ദേഹത്തിന്റെ വീട് ഗോത്തിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ വീട് ആ രീതിയിൽ, ഗോത്തിക് നോവലിന്റെ പ്രത്യേകത അറിയാലോ, ഒരു ഹോണ്ടഡ് മാൻഷനിലായിരിക്കും കഥ നടക്കുന്നത്. ട്രാപ്പ് ഡോറുകൾ, സബ്റ്ററേനിയൻ പാസേജസ്, അങ്ങനെ ഒരു ഡാംസെൽ ഇൻ ഡിസ്ട്രസ്, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. ഒരു ഭാർഗവി നിലയത്തിലായിരിക്കും കഥ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോഴും അത്തരം ഒരു മാൻഷനെ ഇപ്പോഴും വിളിക്കുന്ന ഭാർഗവി നിലയം എന്നാണ്. ഓക്കെ, സോ അത്തരം ഒരു വീട്ടിലായിരിക്കും കഥ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് വാൾപോൾ കൊണ്ടുവന്ന പോലും അദ്ദേഹത്തിന്റെ വീട് ഗോത്തിസൈസ് ചെയ്ത് ഒരിക്കൽ അവിടെ കിടന്ന ഒരു സ്വപ്നം കണ്ടതിന് ശേഷമാണ് ഇങ്ങനൊരു നോവൽ എഴുതുന്നത്. ദെൻ ആൻ റാഡ്ക്ലിഫിന്റെ 2 വർക്ക്സ് ആണ്. ഒന്ന് മിസ്റ്ററീസ് ഓഫ് ഉഡോൾഫോ 1794, പിന്നീട് ദ ഇറ്റാലിയൻ 1797. ഓക്കെ, ദെൻ വില്യം ഗോഡ്വിന്റെ വർക്കിന്റെ പേരിതാണ്, നോവലിന്റെ പേരിതാണ് തിങ്സ് ആസ് ദേ ആർ ഓർ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് കാലബ് വില്യംസ്. ഈ ഒരു ടൈറ്റിലായിരിക്കും കുറച്ചുകൂടെ എല്ലാവർക്കും പരിചിതം. പക്ഷെ അതിന്റെ പൂർണ്ണമായ ടൈറ്റിൽ എങ്ങനെയാണ്? തിങ്സ് ആസ് ദേ ആർ ഓർ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് കാലബ് വില്യംസ്. അതും 1794 എഴുതപ്പെട്ടത്. ഓക്കെ, ദെൻ മേരി വുൾസ്റ്റൺക്രോഫ്റ്റ് ഷെല്ലി, അറിയാലോ, ഫ്രാങ്കൻസ്റ്റൈൻ, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ള, ഒരുപാട് വായിക്കപ്പെട്ടുള്ള ഒരു നോവലാണ് ഫ്രാങ്കൻസ്റ്റൈൻ. ഫുൾ ടൈറ്റിൽ ഇങ്ങനെയാണ്: ഫ്രാങ്കൻസ്റ്റൈൻ ദ മോഡേൺ പ്രൊമത്തിയസ്. 1888
1818 എഴുതപ്പെട്ടതാണ്. ഓക്കെ, അടുത്തത് അപ്പോൾ നമ്മൾ ട്രാൻസിഷണൽ കോഴ്സിനെ കുറിച്ച് സംസാരിച്ചു. ഗോത്തിക് നോവലിസ്റ്റുകളും ആരൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി വാൾട്ടർ സ്കോട്ട് ഫാദർ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. ഫാദർ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ. ഫാദർ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ചില നറേറ്റീവ് പോംസ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. മാർമിയൻ, ദ ലേഡി ഓഫ് ദ ലേക്ക്, റോക്ക്ബി, ദ ലോർഡ് ഓഫ് ദി ഐൽസ്, പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ നറേറ്റീവ് പോംസ്. ദെൻ അദ്ദേഹത്തിന്റെ നോവൽസിലേക്ക് വരാം. കൃത്യമായ ഒരു കാറ്റഗറി ഞാൻ പറയാം, എന്നാലും ജനറൽ ആയിട്ട് വേവർലി ആണ് അദ്ദേഹത്തിന്റെ ഒരു ഫെയിമിൽ എത്തിക്കുന്നത്, വേവർലി ആണ്. ദെൻ ഗൈ മാനറിംഗ് ആൻഡ് ടെയിൽസ് ഓഫ് മൈ ലാൻഡ് ലോർഡ്, റോബ് റോയ്. ഇനി വേവർലി നോവൽസിൽ വരുന്ന, നമുക്ക് ഇംഗ്ലീഷ് നോവൽസും വേവർലി നോവൽസും നമുക്ക് തരംതിരിക്കാം. വേവർലി നോവൽസിൽ വരുന്ന വർക്ക്സ് ആണ് ദ മൊണാസ്റ്ററി, ദ ആബറ്റ്, ഹാർട്ട് ഓഫ് മിഡ്ലോത്തിയൻ, ദ ടാലിസ്മാൻ, വുഡ്സ്റ്റോക്ക്. ഇത്രയും വർക്ക്സ് അദ്ദേഹത്തിന്റെ വേവർലി നോവൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത്രയും വർക്ക്സ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നോവൽസ് ആണ് ഇവാൻഹോയും കെനിൽവർത്തും. എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്. ഇവാൻഹോ ആൻഡ് കെനിൽവർത്ത്, ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് നോവൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം റൊമാൻറ്റിക് റിവൈവൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു തീർത്തു. അപ്പൊ റൊമാൻറ്റിസത്തിലേക്ക് വരണമെങ്കിൽ എനിക്ക് റൊമാൻറ്റിക് റിവൈവൽ സംസാരിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ശ്രദ്ധിക്കുക, റൊമാൻറ്റിസം വൺ ഫൈൻ ഡേ ഉണ്ടായ ഒരു മൂവ്മെന്റ് അല്ല. നമ്മൾ റൊമാൻറ്റിസത്തെ നമ്മൾ റൊമാൻറ്റിക് റിവൈവൽ എന്നാണ് പറയാറുള്ളത്. കാരണം ഒരു മിഡീവൽ കാലഘട്ടത്തിൽ റൊമാൻറ്റിക് എലമെന്റ്സ് നമുക്ക് കൃത്യമായിട്ടും സാഹിത്യത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പൊ അത് വീണ്ടും ഒരു 19ാം നൂറ്റാണ്ടായപ്പോൾ വീണ്ടും അത് സാഹിത്യത്തിൽ വീണ്ടും വരുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ റിവൈവൽ എന്ന് പറയുന്നത്. അതാണ് റൊമാൻറ്റിക് റിവൈവൽ. ഇതിലേക്ക് വഴിയൊരുക്കിയത് 4 കൂട്ടരാണ്. ഒന്ന് ജർമ്മൻ റൊമാൻറ്റിക്സ്, അവരെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ദെൻ ട്രാൻസിഷണൽ പോയറ്റ്സ്. കാരണം ട്രാൻസിഷണൽ പോയറ്റ്സ് എന്ന് പറഞ്ഞാൽ നോക്കൂ, അവരുടെ ടൈം ലൈനിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ, അവർ ഏകദേശം അഗസ്റ്റൻ പീരിയഡിന്റെ അവസാന സമയത്ത് എഴുതിയ ആൾക്കാരാണ്. എന്നാൽ അവരിൽ റൊമാൻറ്റിക് തീംസും അല്ലെങ്കിൽ റൊമാൻറ്റിക് ട്രീറ്റ്മെന്റ് കാണാൻ സാധിക്കും. അപ്പൊ ഒന്ന് ട്രാൻസിഷണൽ പോയറ്റ്സ്, പിന്നീട് 2 ഗോത്തിക് നോവലിസ്റ്റ്. അപ്പൊ ഈ ഗോത്തിക് നോവലിസ്റ്റിന്റെ ട്രെൻഡ് കണ്ടില്ലേ, അവരെഴുതുന്ന അവരുടെ പശ്ചാത്തലം, കഥ നടക്കുന്ന പശ്ചാത്തലം, കഥാപാത്രങ്ങളിലെല്ലാം ഒരു റൊമാൻറ്റിക് ഫീൽ ഉണ്ട്. ദെൻ വാൾട്ടർ സ്കോട്ട്, ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ പോലും ആ കാലഘട്ടമൊക്കെ ഏകദേശം ഒരു 300-400 വർഷം മുമ്പുള്ള കഥയിലേ വരുന്നത്. സോ അത്തരം റൊമാൻറ്റിക് എലമെന്റ്സ് ഇവരുടെ എല്ലാം വർക്ക്സിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഇവരാണ് കൃത്യമായിട്ടും റൊമാൻറ്റിസത്തിന് ഒരു വഴി ഒരുക്കി കൊടുത്തത്. റൊമാൻറ്റിസത്തിന്റെ മുൻഗാമികൾ എന്ന് പറയുന്നത് ഇവരാണ്. ഇനി നമുക്ക് റൊമാൻറ്റിക് പീരിയഡിലേക്ക്, പ്രോപ്പർ റൊമാൻറ്റിക് റിവൈവൽ, റൊമാൻറ്റിസം ഒരു പീരിയഡിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പഠിക്കാറുള്ളത് വേർഡ്സ്വർത്തിനെയാണ്. അറിയാലോ വേർഡ്സ്വർത്ത്. അദ്ദേഹത്തിന്റെ വർക്ക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അദ്ദേഹത്തിന്റെ കവിതകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു നാടകം എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം അധികം ആർക്കും അറിയില്ല. ആ നാടകത്തിന് ഒരു ബോർഡറേഴ്സ് എന്നാണ്. ഡിസ്പ്ലേ അദ്ദേഹത്തിന്റെ ഏക നാടകമാണ് ദ ബോർഡറേഴ്സ്. 1797 എഴുതപ്പെട്ട നാടകമാണ് ബോർഡറേഴ്സ്. പിന്നീട് ലിറിക്കൽ ബാലറ്റ്സ് 1798. ഇനി കവിതകളുടെ പേര് പറയാം ഓരോന്നോരോന്നായിട്ട്. ലൈൻസ് കമ്പോസ്ഡ് എ ഫ്യൂ മൈൽസ് അബൌവ് ടിൻടൺ ആബി ഓൺ റീവിസിറ്റിംഗ് ദ ബാങ്ക്സ് ഓഫ് വൈ ഡ്യൂറിംഗ് എ ടൂർ ജൂലൈ 13, 1798. ഇതാണ് കവിതയുടെ പൂർണ്ണമായ ടൈറ്റിൽ. ഇതാണ്, നമ്മൾ ഷോർട്ടാക്കി ടിൻടൺ ആബി എന്ന് പറയും. ദെൻ ദ പ്രിലൂഡ്, സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി ഇൻ ബ്ലാങ്ക് വേഴ്സ്. അപ്പൊ ശ്രദ്ധിക്കുക, വേർഡ്സ്വർത്തിന്റെ ഒരു തരം സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി എന്ന് പറയാൻ പറ്റുന്ന വർക്കാണ് ദ പ്രിലൂഡ്. അത് ബ്ലാങ്ക് വേഴ്സിലുമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ലൂസി പോംസ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലൂസി പോംസ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് വേർഡ്സ്വർത്ത് അതൊരു സീരീസ് ആയിട്ട് കൺസീവ് ചെയ്ത വർക്ക്സ് അല്ല. ഇത് തിമാറ്റിക്കലി സ്റ്റൈലിസ്റ്റിക്കലി കുറെ സാമ്യതകളുണ്ട്. അങ്ങനെ ലേറ്റർ സ്കോളേഴ്സ് ആണ് പിന്നെ അത് ഒരു ഗ്രൂപ്പ് ആക്കുന്നത്. ഇത് വേർഡ്സ്വർത്ത് അങ്ങനെ ഒരു സീരീസ് ആയിട്ട്, ഒരു സീക്വൻസ് ആയിട്ട് കൺസീവ് ചെയ്തതല്ല. എ സീരീസ് ഓഫ് 5 പോംസ് റിട്ടൺ ബിറ്റ്വീൻ 1798 1801 ഇടയ്ക്ക് എഴുതപ്പെട്ട അദ്ദേഹത്തിന്റെ 5 കവിതകളെയാണ് നമ്മൾ ലൂസി പോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 5 കവിതകൾ ഏതൊക്കെയാന്ന് കേട്ടോളൂ. 1, സ്ട്രേഞ്ച് ഫിറ്റ്സ് ഓഫ് പാഷൻ ഹാവ് ഐ നോൺ. 2, ഷീ ഡ്വെൽറ്റ് എമംഗ് ദ അൺട്രോഡൻ വേസ്. 3, ഐ ട്രാവൽഡ് എമംഗ് അൺനോൺ മെൻ. 4, 3 years ഷീ ഗ്രൂ ഇൻ സൺ ആൻഡ് ഷാർ. 5, എ സ്ലംബർ ഡിഡ് മൈ സ്പിരിറ്റ് സീൽ. ഇത്രയാണ് അദ്ദേഹത്തിന്റെ ലൂസി പോംസ് എന്ന് പറയുന്നത്. ഓക്കെ, 5 എണ്ണവും കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. ചിലപ്പോൾ ഒരു പിക്ക് ദ ഓഡ് വൺ ഔട്ടോ മാച്ച് ദ ഫോളോയിങ്ങിലോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ മൈക്കിൾ 1800 വന്നൊരു കവിതയാണ്. പിന്നെ ഇമ്മോർട്ടാലിറ്റിയോട് അറിയാലോ, ഇമ്മോർട്ടാലിറ്റിയോട്. ഇനി വേർഡ്സ്വർത്തിന്റെ പെട്രാർക്ക് ആൻഡ് സോണറ്റ്സ്
അദ്ദേഹം ലോങ് നറേറ്റീവ് പോംസ് മാത്രമല്ലല്ലോ, പെട്രാർക്കൻ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പെട്രാർക്കൻ സോളസ് ഏതൊക്കെയാന്ന് നോക്കാം. ദ വേൾഡ് ഇസ് ടു മച്ച് വിത്ത് അസ്, ദെൻ ലണ്ടൻ 1802, ദെൻ ഇറ്റ്സ് എ ബ്യൂട്ടിയസ് ഈവനിങ്, ദെൻ കമ്പോസ്ഡ് അപ്പോൺ വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജ്. പ്രധാനപ്പെട്ട 4 പെട്രാർക്കൻ സോണറ്റ്സ്. പിന്നീട് ഇപ്പൊ വേർഡ്സ്വർത്ത് ഒരു മികച്ച കവിയായിട്ട് മാത്രമാണോ നമ്മൾ ഇന്നും അടയാളപ്പെടുത്താറുള്ളത്? അല്ല, അദ്ദേഹം ഒരു മികച്ച ക്രിട്ടിക് കൂടിയാണ്. എവിടെയൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം കാണാൻ സാധിക്കുന്നത്? ഒന്ന്, അഡ്വർടൈസ്മെന്റ് ടു ദ ലിറിക്കൽ ബാലൻസിൽ അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2, പ്രിഫസ് ടു ദ ലിറിക്കൽ ബാലൻസിലും കാണാൻ സാധിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ലിറിക്കൽ ബാലൻസ് വന്നത് 1798-ലാണ്. ഓക്കെ, ഈ 1798 ലിറിക്കൽ ബാലൻസ് വന്നപ്പോൾ അതിന് പ്രിഫസ് ഇല്ല, അതിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ഓക്കെ, അഡ്വർടൈസ്മെന്റ് 1800-ലാണ് പ്രിഫസ് വന്നത്. പ്രിഫസ് വന്നത് എപ്പോഴാണ്? 1800 ആണല്ലോ. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന പ്രിഫസ് അത് ഒരു എൻലാർജ് ചെയ്യപ്പെട്ടതാണ്. 1800-ൽ വന്ന പ്രിഫസ് അല്ല നമ്മുടെ ഇന്നുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള പ്രിഫസ് എൻലാർജ് ചെയ്യപ്പെട്ടത് 1802-ലാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ലിറിക്കൽ ബാലൻസ് ആദ്യം 1798-ൽ പബ്ലിഷ് ചെയ്തപ്പോൾ അതിന് അഡ്വർടൈസ്മെന്റ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം 1800-ൽ ഒരു പ്രിഫസ് ഉണ്ടായിരുന്നു. 1802 ആയപ്പോൾ ആ പ്രിഫസ് എൻലാർജ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, സോ പ്രധാനപ്പെട്ട കവിതകളും അദ്ദേഹത്തിന്റെ കളക്ഷൻസ് ഞാൻ പറഞ്ഞു. അടുത്തത് അദ്ദേഹത്തിന്റെ ചീഫ് കോണ്ടംപററി 𝗟𝗘𝗔𝗗𝘗 കോൾറിഡ്ജ്. അറിയാലോ, ദ പോയറ്റ് ഓഫ് ദ സൂപ്പർ നാച്ചുറൽ എന്നൊക്കെ നമ്മൾ പറയാറുള്ള 𝗟𝗘𝗔𝗗𝗗𝗏 കോൾറിഡ്ജ്. അതൊരു പോയറ്റ് ആണ്, ക്രിട്ടിക് ആണ്, ഫിലോസഫർ ആണ്. അദ്ദേഹത്തിന്റെ വർക്ക്സിലേക്ക് വരികയാണെങ്കിൽ ദ എയോലിയൻ ഹാർപ്പ്, റിഫ്ലക്ഷൻസ് ആൻഡ് ഹാവിംഗ് ലെഫ്റ്റ് എ പ്ലേസ് ഓഫ് റിട്ടയർമെന്റ്, ദിസ് ലൈം ട്രീ ബോർ മൈ പ്രിസൺ. പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ വർക്ക്സ് ആണ് ഇതെല്ലാം. ദെൻ ഫ്രോസ്റ്റ് അറ്റ് മിഡ് നൈറ്റ്, ഞാൻ പറയാതെ തന്നെ അറിയാലോ, വളരെ ഫേമസ് ആണ്. ദെൻ ഫിയേഴ്സ് ഇൻ സോളിറ്റ്യൂഡ്, ദെൻ ദ നൈറ്റിംഗേൽ എ കോൺവെർസേഷൻ പോം, ഡിജക്ഷൻ ആൻഡ് ഓഡ്, വളരെ ഫേമസ് ആണ്. എന്താ വരികളൊക്കെ നിങ്ങൾ നല്ലപോലെ പഠിച്ചു വെക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഡിജക്ഷൻ ആൻഡ് ഓഡ് എന്നൊക്കെ എപ്പോഴും ലൈൻസ് കോട്ട് ചെയ്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദെൻ ടു വില്യം വേർഡ്സ്വർത്ത്, പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കവിതകൾ ഇത്രയാണ്. ദെൻ ഏറ്റവും ഫേമസ് എന്ന് പറയാൻ സാധിക്കുന്നത് കുബ്ലാ ഖാനാണ്, എ വിഷൻ ഇൻ എ ഡ്രീം. ദെൻ ദ റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാൻ, അദ്ദേഹത്തിന്റെ ഒരു ഏകദേശം 1000-400-ഓളം വരികൾ വരുന്ന ഒരു കവിതയാണ് റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാൻ. ദെൻ ആസ്ര പോംസ്, ആസ്ട്ര പോംസ് എന്ന് വെച്ചാൽ സാറയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത കവിതകളാണ്. സാറ ഈ ഒരു വാക്ക് തിരിച്ചു മറിച്ചു വിട്ടാണ് ആസ്ട്ര പോംസ്, ആസ്ട്ര എന്ന വാക്ക് വന്നത്. ദെൻ ക്രിസ്റ്റബൽ 1816 എഴുതപ്പെട്ടതാണ് ക്രിസ്റ്റബൽ. ഓക്കെ, പിന്നീട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രോസ് വർക്ക് ബയോഗ്രഫി ലിറ്ററേറിയ, പ്രോസ് വർക്ക് ആണ് ബയോഗ്രഫി ലിറ്ററേറിയ 1817. സോ ഈ വർക്ക്സ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. കുബ്ലാ ഖാൻ എനിക്ക് തോന്നുന്നു, കുബ്ലാ ഖാൻ ഒരു തവണ എങ്കിലും വായിച്ചു നോക്കുക. എന്തായാലും നെറ്റ് പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുബ്ലാ ഖാൻ പോലൊരു കവിത വായിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ആ സ്ഥലത്തിന് പേര്, സാനഡു, ദെൻ ഒരു അബീസീനിയൻ മെയ്ഡ്, മൗണ്ട് അബോറ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ആൻസസ്ട്രൽ വോയിസസ് പ്രോഫസിങ്, അദ്ദേഹത്തിന്റെ പൂർവികർ വരാൻ പോകുന്ന യുദ്ധത്തിന് കൊടുക്കുന്ന വാർണിംഗ്, പിന്നെ ഒരു ഫൗണ്ടൻ, ഒരു ഹോണ്ടഡ് പ്ലേസ്, ആ രാത്രി അവിടെ ഒരു ഗന്ധർവനായ കാമുകനെ കാത്ത് ഒരു സ്ത്രീ വരുന്ന കാര്യം, അങ്ങനെ വളരെ രസകരമായ കുറെ സംഭവങ്ങൾ കുബ്ലാ ഖാനിലുണ്ട്. അതുപോലെ റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാൻ അറിയാലോ, ഒരു വൃദ്ധനായ നാവികൻ വെഡിങ് ഗസ്റ്റുകളോട് തന്റെ കഥ പറയാണ്. അദ്ദേഹം നടത്തിയ ഒരു യാത്രയെ കുറിച്ച് അദ്ദേഹം ഒരു കഥ പറയുകയാണ്. അതിൽ ആൽബട്രോസ് എന്ന് പറയുന്ന ഒരു പക്ഷി അദ്ദേഹത്തിന്റെ കൈകൾ കാരണം മരണമടയുന്നു. അങ്ങനെ അവിടെ ഒരു ശാപം ഉണ്ടാവുന്നു. പിന്നെ ശാപമോക്ഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാനിൽ സംസാരിക്കുന്നത്. ഓക്കെ, സോ പ്രധാനപ്പെട്ട വർക്ക്സും പിന്നെ ബയോഗ്രഫി ലിറ്റററി, ആ വർഷം ഓർത്ത് വെക്കുക, 1817-ലാണ്. നെക്സ്റ്റ് റോബർട്ട് സദേ. അപ്പൊ വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, റോബർട്ട് സദേ, ഇവർ മൂന്നുപേര് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ സെറ്റിൽ ചെയ്തുകൊണ്ട് ഇവരെ ലേക്ക് പോയറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ റോബർട്ട് സദയെ നമ്മൾ ലേക്ക് പോയറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓൾദോ തിമാറ്റിക്കലി അല്ലെങ്കിൽ സ്റ്റൈലിസ്റ്റിക്കലി വേർഡ്സ്വർത്തിന്റെയും കോളറിഡ്ജിന്റെയും കവിതകളായിട്ട് വലിയ സാമ്യത ഇല്ലെങ്കിലും നമ്മൾ സദയെ ലേക്ക് പോയറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പോയറ്റ് ആണ്, ഹിസ്റ്റോറിയൻ ആണ്, ക്രിട്ടിക് ആണ്. തലാബ ദ ഡിസ്ട്രോയർ ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്, തലാബ ദ ഡിസ്ട്രോയർ 1801. ദെൻ മാഡോക്ക് 1805, എ വിഷൻ ഓഫ് ജഡ്ജ്മെന്റ് 1820. അപ്പൊ ഇദ്ദേഹവും ബൈറനുമായിട്ടുള്ള ഫൈറ്റ്, നേരിട്ടുള്ള ഫിസിക്കൽ ഫൈറ്റ് എന്നല്ല അർത്ഥം, ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു കോൾഡ് വാറിന്റെ കാര്യങ്ങളൊക്കെ അറിയില്ല. വിഷൻ ഓഫ് ജഡ്ജ്മെന്റ് റോബർട്ട് സദേ എഴുതുന്നു, അതിന് മറുപടിയായിട്ട് ദ വിഷൻ ഓഫ് ജഡ്ജ്മെന്റ് ബൈറൻ എഴുതുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ തലാബ ദ ഡിസ്ട്രോയർ, മാഡോക്ക്, എ വിഷൻ ഓഫ് ജഡ്ജ്മെന്റ്, ഇത് മൂന്നുമാണ് റോബർട്ട് സദയുടെ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ദെൻ ജോർജ് ഗോർഡൻ ബൈറൺ, അദ്ദേഹത്തിന്റെ ആദ്യ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് ഹാസ് ഓഫ് ഐഡിൽനെസ്.
ബൈ ജോർജ് ഗോർഡൻ ബൈറൺ എ മൈനർ. ഇങ്ങനെയാണ് അതിന്റെ പൂർണ്ണമായ നാമം. 1807 വന്നതാണ്. ഓക്കെ, ഹാർസ് ഓഫ് ഐഡിൽനെസ് 1807 ബൈ ജോർജ് ഗോർഡൻ ബൈറൺ എ മൈനർ. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് ഇംഗ്ലീഷ് ബാർഡ്സ് ആൻഡ് സ്കോച്ച് റിവ്യൂവേഴ്സ്. അദ്ദേഹത്തെ ഒരുപാടിട്ട് വേദനിപ്പിച്ച് അനോയ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്ത റിവ്യൂവേഴ്സിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചത് ഈ വർക്കിലൂടെയാണ്, ഇംഗ്ലീഷ് ബാർഡ്സ് ആൻഡ് സ്കോച്ച് റിവ്യൂവേഴ്സ്. പിന്നീട് ചൈൽഡ് ഹാരൽസ് പിൽഗ്രിമേജ് 1812 എഴുതപ്പെട്ടതാണ്. ചൈൽഡ് ഹാരൽസ് പിൽഗ്രിമേജ്. ഇവിടെയാണ് നമുക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ബൈറോണിക് ഹീറോയുടെ ആദ്യ അപ്പിയറൻസ് നമുക്ക് ചൈൽഡ് ഹാരോൾഡ്സ് പിൽഗ്രിമേജിൽ കാണാൻ സാധിക്കും. കാരണം ചൈൽഡ് ഹാരോൾഡ് ഇസ് ദ ഫസ്റ്റ് ബൈറോണിക് ഹീറോ. ദെൻ ദ പ്രിസണർ ഓഫ് ഷിലോൺ. ഫ്രാൻസിസ് ബൊണിവാർഡ് എന്ന് പറയുന്ന സ്വിസ് പേട്രിയോട്ടിന്റെ അയാളുടെ ജീവിതത്തെ ബേസ് ചെയ്ത് എഴുതിയാണ്. അയാൾ കുറെ കാലം ഒരു തടവറയിൽ പാർപ്പിച്ചിരുന്നു അയാളുടെ സഹോദരങ്ങളെല്ലാം ഇതുപോലൊരു ചെറിയ ചേംബറിലാണ് പാർപ്പിച്ചിരുന്നത്. സോ ആ ഒരു അവസ്ഥയെ ബേസ് ചെയ്ത് എഴുതിയാണ് പ്രിസണർ ഓഫ് ഷിലോൺ. ഇത് ഷെല്ലിയുമായിട്ട് നമ്മുടെ ബൈറൺ നടത്തിയ ഒരു യാത്രക്കിടയിലാണ് ഈ ഒരു സംഭവം, അതായത് ഇദ്ദേഹത്തെ ബോണിവാർഡ് എന്ന് പറയുന്ന ഒരു സ്വിസ് ദേശീയവാദിയെ ഇതുപോലെ കെട്ടിയിട്ട കാര്യം ഷെല്ലിയിലൂടെ ബൈറൺ അറിയുന്നു. അങ്ങനെയാണ് ബൈറൺ ഈ സംഭവത്തെ ബേസ് ചെയ്ത് കവിത എഴുതുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ ചില ബ്ലാങ്ക് വേഴ്സ് ഡ്രാമാസ് പരിചയപ്പെടുത്താം. മാൻഫ്രഡ് കെയ്ൻ, ദ ടു ഫോസ്കാരി, മാരിനോ ഫെലിയറോ, ഹെവൻ ആൻഡ് എർത്ത്, സാറ്റാന പാലസ്. ഇത്രയാണ് അദ്ദേഹത്തിന്റെ ബ്ലാങ്ക് വേഴ്സ് ഡ്രാമാസ്. പിന്നീട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചില ലേറ്റർ വർക്ക്സ് പറയാം. ബെപ്പോ 1870 എഴുതപ്പെട്ട ബെപ്പോ വളരെ ഫേമസ് ആണ്. ദെൻ ഓഫ് കോഴ്സ് മാസപ്പ. ദെൻ ഡോൺ ജുവാൻ 1821 വന്ന ഡോൺ ജുവാൻ. നെക്സ്റ്റ് ഇനി പി ബി ഷെല്ലി. അറിയാലോ, നമുക്ക് ഈ ഒരു റൊമാൻറ്റിക് പോയറ്റ്സിൽ തന്നെ ഏറ്റവും റെവല്യൂഷണറി ആയ വ്യക്തിയാണ് പി ബി ഷെല്ലി. ഓക്കെ, അദ്ദേഹത്തിന്റെ ഓരോ വർക്ക്സ് ആയിട്ട് നമുക്ക് പറയാം. ആദ്യം ക്വീൻ മാബ് 1813 എഴുതപ്പെട്ടത്, ക്വീൻ മാബ്. ദെൻ അലാസ്റ്റർ ഓർ ദ സ്പിരിറ്റ് ഓഫ് സോളിറ്റ്യൂഡ്, അത് 1816 ദെൻ റിവോൾട്ട് ഓഫ് ഇസ്ലാം 1818. ഇത് ശരിക്കും അദ്ദേഹം ഇതിനു മുമ്പ് എഴുതിയ ഒരു കവിതയുടെ ഒരു റീറൈറ്റിംഗ് ആണ്. ലയോൺ ആൻഡ് സിദ്ന എന്നാണ് കവിതയുടെ പേര്. ഇൻസെസ്റ്റസ് ബ്രദർ ആൻഡ് സിസ്റ്ററിന്റെ കഥയാണ് ലയോൺ ആൻഡ് സിദ്ന. അത് പിന്നെ പേര് മാറ്റി പബ്ലിഷ് ചെയ്തതാണ് റിവോൾട്ട് ഓഫ് ഇസ്ലാം. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു പെർട്ടിക്കുലർ വിത്ത് ഇസ്ലാം എന്ന് പറഞ്ഞ മതവുമായിട്ട് പ്രത്യേകിച്ച് അതിന് ബന്ധമോ അല്ലെങ്കിൽ തിമാറ്റിക്കലി വലിയ കണക്ഷൻ ഒന്നുമില്ല. പിന്നീട് ഓസിമാൻഡിയാസ്, ചെറിയൊരു സോണറ്റ് ആണ് ഓസിമാൻഡിയാസ്, പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കവിതയാണ് ഷെല്ലിയുടെ ഓസിമാൻഡിയാസ്. ഉറപ്പായിട്ടും ഒന്ന് വായിച്ചു നോക്കണം, കാരണം കുറച്ച് വരികൾ മാത്രമുള്ള കവിതയാണല്ലോ, ഉറപ്പായിട്ടൊന്ന് വായിച്ചു നോക്കുക. ദെൻ അപ്പോൺ ഹിയറിംഗ് ദ ന്യൂസ് ഓഫ് ദ പീറ്റർലൂ മസാക്കർ, പീറ്റർലൂ മസാക്കറിന്റെ റെസ്പോൺസ് ആയിട്ട് ഷെല്ലി എഴുതിയ കവിതകൾ ഏതൊക്കെയാന്ന് ഞാൻ പറയാം. പീറ്റർലൂ മസാക്കറിന് അദ്ദേഹം കൊടുത്ത മറുപടികളാണ് ദ മാസ്ക് ഓഫ് അനാർക്കി 1819 എഴുതപ്പെട്ട മാസ്ക് ഓഫ് അനാർക്കി. ദെൻ ഓ ടു ദ വെസ്റ്റ് വിൻഡ്. പിന്നീട് ഇംഗ്ലണ്ട് ഇൻ 1819. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ കുറച്ചുപേരെങ്കിലും ചോദിച്ചിരുന്നു ഈ വർഷങ്ങളൊക്കെ എങ്ങനെ പഠിക്കുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ 1819 പ്രധാനപ്പെട്ട കുറെ വർക്ക്സ് വന്നു ഇവരുടെ എല്ലാവരുടെയും. നമ്മളിപ്പോ 1890 എന്ന വർഷം എനിക്കൊന്ന് മൂന്നാമത്തെയോ നാലാമത്തെ തവണയാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ തന്നെ പറയുന്നത്. അപ്പം ഒരേ വർഷം തന്നെ അനവധി വർക്ക്സ് വരുന്നു. അങ്ങനെ ഒരേ വർഷം വരുന്ന വർക്ക്സ് എല്ലാം ചാർട്ട് ചെയ്ത് വെക്കുക. ഇനിയിപ്പോ അടുത്ത കീറ്റ്സിലേക്ക് വരുമ്പോൾ കീറ്റ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ് 1890. ഓക്കെ, സോ പീറ്റർലൂ മസാക്കറിന് ഷെല്ലി കൊടുത്ത മറുപടികളാണ് ഇത്രയും കവിതകൾ. ദെൻ പീറ്റർ ബെൽ ദ തേർഡ്, ഇറ്റ് ഇസ് എ സറ്റയർ ഓൺ വേർഡ്സ്വർത്ത്. വേർഡ്സ്വർത്തിന്റെ പീറ്റർ ബെല്ലിന് ഷെല്ലി എഴുതിയ ഒരു സറ്റയർ ആണ് പീറ്റർ ബെൽ ദ തേർഡ്. ദെൻ ടു ലിബർട്ടി ടു നേപ്പിൾസ്, അദ്ദേഹത്തിന്റെ രണ്ട് പൊളിറ്റിക്കൽ ഓഡ്സ്, ടു ലിബർട്ടി ടു നേപ്പിൾസ് പൊളിറ്റിക്കൽ ഓഡ്സ് ആണ്. പിന്നീട് ലെറ്റർ ടു മെറിയ ഗിസ്ബോൺ, അതിനുശേഷം ദ വിച്ച് ഓഫ് അറ്റ്ലസ്, ദെൻ സോങ് ടു ദ മെൻ ഓഫ് ഇംഗ്ലണ്ട്. പ്രധാനപ്പെട്ട ഒരുപാട്, ഇപ്പൊ ഷെല്ലിയുടെ കവിതകൾ പറഞ്ഞാൽ എന്തായാലും തീർക്കാനൊന്നും പറ്റില്ല, എന്നാലും പ്രധാനപ്പെട്ട കവിതകൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ വേഴ്സ് പ്ലേസ്, ഓക്കെ, പൊയറ്റിക് ഡ്രാമാസ്. പ്രൊമത്തിയസ് അൺബൗണ്ട് 1820 എഴുതപ്പെട്ടത്. ദെൻ ദ ചെൻഷി 1890. ഒരു പക്ഷേ ഈ ചെൻഷി എന്ന നാടകം എലിസബീതൻ പീരിയഡിലാണ് എഴുതപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിനെക്കാട്ടിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടേനെ. അത്രയും നല്ല മനോഹരമായ ഒരു നാടകമാണ് ദ ചെൻഷി. ദെൻ ദ മാസ്ക് ഓഫ് അനാർക്കി 1819. ദെൻ അഡോണെ 1821. പിന്നീട് എപ്പിസിഡിയോൺ 1821. ദ ട്രയംഫ് ഓഫ് ലൈഫ് ആണ് ഷെല്ലിയുടെ ലാസ്റ്റ് മേജർ വർക്ക്. ലാസ്റ്റ് മേജർ വർക്ക്. ഓക്കെ,
അടുത്തത് നമുക്ക് നമ്മളെ ജോൺ കീറ്റ്സിലേക്ക് വരാം. അറിയാലോ, ഒരു 3-4 വർഷമൊക്കെയാണ് അദ്ദേഹത്തിന്റെ പൊയറ്റിക് കരിയർ നിലനിന്നത്. പക്ഷെ എന്നിട്ടും ഏറ്റവും മികച്ച കവിയായിട്ട് പേരെടുത്ത വ്യക്തിയാണ്. ആദ്യമായിട്ട് പറയേണ്ടത് ഇസബെല്ല ഓർ ദ പോർട്ട് ഓഫ് ബേസിൽ, ഒപ്പം ദ ഈവ് ഓഫ് സെയിന്റ് ആഗ്നസ്. ഇത് രണ്ടും ഒരുപാട് സാമ്യതകളുണ്ട്. കാരണം രണ്ടും മിഡീവൽ തീംസ് ആണ് പറയുന്നത്. മിഡീവൽ തീംസ് ആണ് രണ്ടിലും പറയുന്നത്. ഇസബെല്ല ഓർ ദ പോർട്ട് ഓഫ് ബേസിൽ 1818 വന്ന്, അതുപോലെ തന്നെ ഈവ് ഓഫ് സെയിന്റ് ആഗ്നസിലും മിഡീവൽ തീംസ് ആണ്. ഇത് രണ്ടും പ്രീ റാഫലിറ്റ്സിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പ്രീ റാഫലിറ്റ്സിന്റെ പ്രിയപ്പെട്ട 2 വർക്ക്സ് ആണ് ഇസബെല്ല ഓർ ദ പോർട്ട് ഓഫ് ബേസിൽ, ദെൻ ഈവ് ഓഫ് സെയിന്റ് ആഗ്നസ്. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില ഓഡ്സ്, പ്രധാനപ്പെട്ട ഓൺ ഇൻഡലൻസ്, ഓൺ എ ഗ്രീഷ്യൻ ഏൺ, ടു സൈക്കെ, ടു നൈറ്റിംഗേൽ, ടു മെലൻകളി, ടു ഓട്ടം. പിന്നീട് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ലിറിക്കൽ ബാലഡ് ലാ ബെല്ലെ ഡെയിം സാൻസ് മെർസി, ലാ ബെല്ലെ ഡെയിം സാൻസ് മെർസി. അദ്ദേഹത്തിന്റെ സോണറ്റ്സ്, ഫെയിം ഒന്ന് വളരെ പ്രധാനപ്പെട്ട സോണറ്റ് ആണ്. ദെൻ വൈ ഡിഡ് ഐ ലാഫ് ടുനൈറ്റ്. അത് കഴിഞ്ഞാൽ ലാമിയ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. ദെൻ ഫോൾ ഓഫ് ഹൈപ്പീരിയൻ. ഓക്കെ, സോ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യം, എഡ്ഫിൽ ലേണിംഗ് നെറ്റ് ഇംഗ്ലീഷിന്റെ കോഴ്സസ് ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ, അതായത് ഇപ്പോൾ ഡിസംബർ 26-നും 21-നും ഇടയ്ക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്കും, അതുപോലെ തന്നെ അടുത്ത ജൂണിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരുപോലെ ബെനിഫിഷ്യൽ ആവുന്ന രീതിയിലുള്ള ക്രാഷ് കോഴ്സും അതുപോലെ തന്നെ ലോങ് ടേം ബാച്ചസും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സിലബസ് കവേർഡ് റെക്കോർഡഡ് സെഷൻസ് ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നെറ്റ് ഇംഗ്ലീഷിന്റെ സെക്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സിലബസ് ഡിസ്കഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ആ സിലബസ്, എന്താണ് എഡ്ഫിൽ ലേണിംഗ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന സിലബസ്, എത്രത്തോളം, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്. അപ്പൊ അതിൽ നിന്നൊരു വ്യക്തിക്ക്, ഒരു കുട്ടിക്ക് എന്ത് പഠിച്ചു തുടങ്ങണം, എവിടെ പഠിച്ച് അവസാനിക്കണം എന്നുള്ള വ്യക്തമായ ഒരു ധാരണ അവിടെ നിന്ന് കിട്ടും. സോ ഈ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഇപ്പൊ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണെങ്കിൽ നമ്മൾ കൃത്യമായി ഓൾഡ് ഇംഗ്ലീഷിൽ നിന്ന് കോൺടെമ്പററി ബ്രിട്ടീഷ് റൈറ്റേഴ്സ് വരെയുള്ള ഇത്രയും വലിയൊരു സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് പോർഷൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അമേരിക്കൻ ആണെങ്കിൽ പോലും ഏർലി ലൈഫ് തൊട്ട്, ഏർലി അമേരിക്കൻ ലിറ്ററേച്ചർ തൊട്ട് ഇങ്ങ് അമേരിക്കൻ പോസ്റ്റ് വാർ സാഹിത്യം വരെയുള്ള കാര്യങ്ങളാണ് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നത്. മനസ്സിലായി? ഇന്ത്യയിൽ തുടക്കത്തിൽ ഏർലി ഇന്ത്യൻ ലിറ്ററേച്ചർ തൊട്ട് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഫിക്ഷൻ കഴിഞ്ഞ് ഒപ്പം ഇന്ത്യൻ ദളിത് ലിറ്ററേച്ചർ, ഇന്ത്യൻ എസ്തെറ്റിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന വിഭാഗത്തിൽ വരുന്നത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ആ ഒരു ആപ്പിൽ കയറി നിങ്ങൾ ആ സിലബസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധാരണ കിട്ടും എന്താണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ തന്നെ ആദ്യം ഇല്ലാതാവും. അതിനെ ബേസ് ചെയ്തുള്ള കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒപ്പം ഇമ്പോർട്ടന്റ് ലൈവ് സെഷൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ തന്നെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ പഠിച്ചു തുടങ്ങി ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും, ഇല്ലേ? എങ്ങനെ പഠിച്ചു തീർക്കണം, അതിന്റെ സമയത്തിന്റെ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം, അത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ സംശയം, പിന്നെ അല്ലെങ്കിൽ കണ്ടന്റ് ബേസ് ചെയ്യുന്ന സംശയങ്ങൾ, അത്തരം സംശയങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ലൈവ് സെഷൻസ് എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദെൻ പോപ്പ് പ്രാക്ടീസ് ആൻഡ് മോക്ക് ടെസ്റ്റ്. അറിയാലോ, മോക്ക് ടെസ്റ്റ് ഞാൻ പറയാതെ തന്നെ അറിയാം, നിങ്ങളൊരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ ഉറപ്പായിട്ടും ചെയ്തു നോക്കണം. പിന്നീട് ഒരു പരീക്ഷയ്ക്ക്, മത്സര പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉറപ്പായിട്ടും കഴിയുന്നത്ര പ്രാക്ടീസ് ടെസ്റ്റുകളും ചെയ്തു നോക്കണം. പക്ഷെ അതിന് പുറമെ പോപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു യുണീക്ക് ഫീച്ചറാണ്. അതായത് നിങ്ങളുടെ ഇപ്പോൾ ഒരു ക്ലാസ് കാണുന്നു, ഇപ്പൊ ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് ഏജിൽ PB ഷെല്ലിയുടെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ആ ക്ലാസ്സിനെ ബേസ് ചെയ്ത് 5 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് പഠിച്ച് തന്നെ മുന്നോട്ട് പോകാം. അപ്പൊ ആ ക്ലാസ് കഴിയുമ്പോൾ തന്നെ, ക്ലാസ് നിങ്ങൾ അത്രത്തോളം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 5 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റഡി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണത്. ദെൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻസ്, ദെൻ എക്സാം ഓറിയന്റഡ് ടിപ്സ്. ഇപ്പോ അറിയാലോ, നെറ്റ് ഇംഗ്ലീഷിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് സാധനങ്ങളും പഠിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല ഉറപ്പായിട്ട് ഇമ്പോസിബിൾ ആണ്. സോ എങ്ങനെ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയെ അപ്രോച്ച് ചെയ്യാം, അത്തരം കാര്യങ്ങളെ ബേസ് ഉള്ള ടിപ്സ്. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്. കൃത്യമായിട്ട് ഒരു പാറ്റേൺ, എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്, അതിനെ ബേസ് ഉള്ള പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള PYQ അനാലിസിസ്. ദെൻ ഡൗട്ട് ക്ലിയറൻസ് സപ്പോർട്ട്. ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് ഈ നെറ്റ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനായിട്ട് കഴിയുന്നത്ര വേഗത്തിൽ നെറ്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ്, അപ്ഡേറ്റ്സ്, അത്തരം കാര്യങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഭാഗമാവുക. ആൻഡ് നിങ്ങളുടെ ലേണിംഗ് എത്രയും കുറച്ചുകൂടെ നല്ല വേഗത്തിൽ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. ഓക്കെ, ഇനിയിപ്പോ കീറ്റ്സിന്റെ ഗ്രേറ്റ് ഓഡ്സിലേക്ക് കടക്കാം. ലാ ബെല്ലെ ഡെയിം സാൻസ് മെർസി അറിയാലോ, അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ലിറിക്കൽ ബാലഡ്. ദെൻ ഗ്രേറ്റ് ഓഡ്സ് എന്ന് പറയാനായിട്ട് ഇത്രയാണുള്ളത്.
Ode to Psyche, Ode on a Grecian Urn, Ode on Indolence, Ode on Melancholy, Ode to a Nightingale, to Autumn. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ഈ ഗ്രേറ്റ് വേർഡ്സ് എല്ലാം എഴുതപ്പെട്ടത് 1819 അതാണ് നേരത്തെ പറഞ്ഞത്. 1819 എന്ന് പറയുന്നത് നമ്മുടെ കീറ്റ്സിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. ഇതേ വർഷം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്സ് നമ്മുടെ ഷെല്ലി എഴുതിയിട്ടുണ്ട്. സോ വർഷങ്ങൾ അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട റൊമാൻറ്റിക് പോയറ്റ്സിനെ പഠിച്ചു അല്ലേ? വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, സദേ. ആ ഓർഡറിൽ തന്നെ ലേക്ക് ഡിസ്ട്രിക്ട് പോയറ്റ്സ് നമ്മൾ ആദ്യം പഠിച്ചു. ദെൻ യങ്ങർ റൊമാൻറ്റിക്സ് ആയ ഷെല്ലി, കീറ്റ്സ്, ബൈറൺ എല്ലാവരും. അപ്പൊ 6 പ്രധാനപ്പെട്ട കവികളെ പഠിച്ചു. അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളത് ജെയിൻ ഓസ്റ്റൻ, പ്രധാനപ്പെട്ട റൊമാൻറ്റിക് നോവലിസ്റ്റ് ജെയിൻ ഓസ്റ്റൻ. വർക്ക്സ് പറയാം. പ്രൈഡ് ആൻഡ് പ്രജുഡിസ്. അപ്പൊ ജെയിൻ ഓസ്റ്റന്റെ കാര്യത്തെ സംബന്ധിച്ച് വരുമ്പോഴത്തേക്ക് എഴുതിയതും പബ്ലിഷ് ചെയ്യപ്പെട്ട വർഷങ്ങൾ തമ്മിൽ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, എഴുതുന്നത് ഏകദേശം 1796 പബ്ലിഷ് ചെയ്യപ്പെടുന്ന 1813 പ്രൈഡ് ആൻഡ് പ്രജുഡിസ്. ദെൻ എമ്മ ഇതുപോലെ തന്നെ ഏകദേശം 1814 പബ്ലിഷ് ചെയ്ത് എഴുതിയെങ്കിലും പബ്ലിഷ് ചെയ്ത് 1816 ദെൻ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, മാൻസ്ഫീൽഡ് പാർക്ക് 1811 പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1814. ദെൻ പെർസുവേഷൻ അതുപോലെ തന്നെ 1815 പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1818, അതും പോസ്റ്റ്മസ്ലി. ജെയിൻ ഓസ്റ്റൻ മരിച്ചതിന് ശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ നോർത്താൻജറാബെ 1818 പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇതിൽ തന്നെ അറിയാലോ ഒരുപാട് തവണ. ഇപ്പം എനിക്ക് തോന്നുന്നു പ്രൈഡ് ആൻഡ് പ്രജുഡിസ് സിനിമയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. എമ്മ ഒരു ബോളിവുഡ് സിനിമയായിട്ട് വന്നിട്ടുണ്ട്. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി തമിഴിൽ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. ദെൻ പെർസുവേഷൻ. ഇത്രയും വർക്ക്സ് ആണ്. പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ ഒക്കെ പഠിച്ചു വെക്കുക. ഇപ്പം ജെയിൻ ഓസ്റ്റന്റെ ക്യാരക്ടേഴ്സിനെ എല്ലാവരും ഒന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയിലെ ഡാഷ്വുഡ് സിസ്റ്റേഴ്സിന്റെ പേരുകൾ പഠിച്ചു വെക്കുക. ഡാഷ്വുഡ് സിസ്റ്റേഴ്സിന്റെ കഥയാണ് സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയിൽ വരുന്നത്. ദെൻ എൽ അറിയാലോ. ദെൻ പ്രൈഡ് ആൻഡ് പ്രജുഡിസിൽ ഒരുപാട് ഫേമസ് ക്യാരക്ടേഴ്സ് ലൈക്ക് ബിംഗ്ലി, ബെന്നറ്റ് സിസ്റ്റേഴ്സ്, ജെയിൻ, എലിസബത്ത്, ലിഡിയ, പിന്നെ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ച് പ്രൈഡ് ആൻഡ് പ്രജുഡിസ്, എമ്മ, സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയിലെ ക്യാരക്ടേഴ്സിനെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക കഴിയുന്ന വേഗത്തിൽ. ഓക്കെ, അടുത്തത് പ്രധാനപ്പെട്ട പ്രോസ് റൈറ്റേഴ്സിലേക്ക് വരാം. പ്രോസ് റൈറ്റേഴ്സിൽ വരുമ്പോൾ ആദ്യം ചാൾസ് ലാംബ് അറിയാലോ. ലാംബ് ഇസ് ബെസ്റ്റ് റിമെമ്പേർഡ് ഫോർ, ഇന്ന് നമ്മൾ ലാംബിനെ ഓർക്കുന്നത് എസ്സൈസ് ഓഫ് ഏലിയ. ഓക്കെ, എവിടുന്നാണ് ഏലിയ എന്നുള്ള പേര് കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുക. അദ്ദേഹം വർക്ക് ചെയ്തെടുത്തുള്ള ഒരു ഇറ്റാലിയൻ വ്യക്തി ഉണ്ടായിരുന്നു. അയാളുടെ സർനെയിമിൽ നിന്നാണ് ഈ പേര് വന്നത്, ഏലിയ എന്നുള്ള പേര് വന്നത്. 1823 കളക്ട് ചെയ്യപ്പെട്ട എസ്സൈസ് ഓഫ് ഏലിയാണ് ചാൾസ് ലാംബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു സെക്കൻഡ് സീരീസ്, അതായത് ലാസ്റ്റ് എസ്സൈസ് ഓഫ് ഏലിയ, അത് 1833 വരുന്നു. 10 വർഷ വ്യത്യാസം അല്ലെ, ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും തമ്മിൽ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എസ്സൈസിന്റെ പേര് പറയാം. ലണ്ടനർ. പിന്നെ അറിയാലോ കോൾറിഡ്ജ് ഒക്കെ ഇദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചതാണ്, ക്രൈസ്റ്റ് ഹോസ്പിറ്റലിൽ പഠിച്ചതാണ്. ലണ്ടനർ 1802. പിന്നെ ഓൺ ദ ട്രാജഡീസ് ഓഫ് ഷേക്സ്പിയർ. സൗത്ത് സീ ഹൗസ്, അത് ഏറെക്കാലം ജോലി ചെയ്ത സ്ഥലമാണ് സൗത്ത് സീ ഹൗസ്. പിന്നീട് ഓക്സ്ഫോർഡ് ഇൻ ദ വെക്കേഷൻ. ദെൻ ഈ ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷൻ, അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാല വിസിറ്റ് ചെയ്യുന്നതും അത്തരം ഒരു വിദ്യാഭ്യാസം അദ്ദേഹത്തിന് കിട്ടിയില്ല, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. ദെൻ ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ 5 and 30 years ago, അദ്ദേഹം പഠിച്ച ഒരു സ്കൂളാണ്, ബോർഡിംഗ് സ്കൂളാണ് ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ. അവിടെ കോൾറിഡ്ജ് അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു. അത്തരം അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൽ. ദെൻ ഡ്രീം ചിൽഡ്രൻ എ റെവറി, വളരെ ഫേമസ് ആണ്, അറിയാലോ. ഒറ്റ പാരഗ്രാഫുകൾ, ഏകദേശം 4 പേജോളം നിൽക്കുന്ന ഒറ്റ പാരഗ്രാഫിലാണ് ഡ്രീം ചിൽഡ്രൻ പോകുന്നത്. ദെൻ ദ ഓൾഡ് ബെഞ്ചേഴ്സ് ഓഫ് ദ ഇന്നർ ടെമ്പിൾ. ദെൻ ബ്ലേക്സ്മൂർ ഇൻ ഷയർ. Then a dissertation upon roast pig, poor relations, the superannuated man. പ്രധാനപ്പെട്ട എസ്സൈസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കളക്ഷൻസ്, എലിയുടെ 2 കളക്ഷൻസിന്റെ വർഷവും ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് തോമസ് ഡിക്കൻസിയുടെ 2 വർക്ക്സ് ആണ് ഓർത്തിരിക്കേണ്ടത്, അറിയാലോ. ഹൈലി ഓട്ടോബയോഗ്രഫിക്കലായ കൺഫെഷൻസ് ഓഫ് ആൻ ഇംഗ്ലീഷ് ഓപ്പിയം ഈറ്റർ. ഓപ്പിയം അഡിക്റ്റ് ആയിരുന്ന തോമസ് ഡിക്കൻസ് തന്റെ സ്വന്തം ജീവിതത്തെ ബേസ് ചെയ്ത് എഴുതിയതാണ്. മാത്രമല്ല കുറച്ച് വിവാദമൊക്കെ അട്രാക്ട് ചെയ്തൊരു വർക്ക് കൂടിയാണ്, കാരണം ആ ഡ്രഗിനെ അഡ്വക്കേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ വിവാദങ്ങൾ വന്നു. പിന്നീട് ഓൺ ദ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബത്ത്, അറിയാലോ മാക്ബത്തിലെ ആ രംഗം, അതായത് ഡങ്കനെ മാക്ബത്ത് കൊന്നു കഴിഞ്ഞിട്ടുള്ള ആ രംഗം, കൊന്നു കഴിയുമ്പോഴത്തേക്ക് പുറത്ത് ആരോ ഗേറ്റിൽ മുട്ടുന്നു. അപ്പൊ ഈ ഒരു രംഗം, ആ സമയത്ത് ആ കൊലയാളിയുടെ മനസ്സിൽ എന്തായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു രംഗത്തെ ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കാണുകയാണ്, ഡിക്കൻസ് നോക്കിക്കാണുകയാണ് ഈ ഒരു എസ്സേയിലൂടെ, ഓൺ ദ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബത്ത്. വില്യം ഹാസ്ലിറ്റിന്റെ 2 വർക്ക്സ് ആണ് പ്രധാനമായിട്ട്. ഒന്ന്
ടേബിൾ ടോക്ക്, ഒന്ന് സ്പിരിറ്റ് ഓഫ് ദി ഏജ്. അദ്ദേഹത്തിന്റെ കോണ്ടംപററീസിനെ കുറിച്ച് പറയുന്ന ഒരു വർക്കാണ് സ്പിരിറ്റ് ഓഫ് ദി ഏജ്. ഓക്കെ, ഹാസ്ലിറ്റിന്റെ കോണ്ടംപററീസ്. അപ്പം ഈ ഹാസ്ലിറ്റിന്റെ ലെക്ചേഴ്സ് സ്ഥിരമായി ആര് കേൾക്കാൻ വരുമായിരുന്നു? നമ്മുടെ ജോൺ കീറ്റ്സ് കേൾക്കാൻ വരുമായിരുന്നു. അങ്ങനെ ഹാസ്ലിറ്റിന്റെ ഈ ലെക്ചേഴ്സ് ഒക്കെ കേട്ട് കേട്ടാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ഒക്കെ നമ്മുടെ കീറ്റ്സ് ഡെവലപ്പ് ചെയ്തത് ഹാസ്ലിറ്റിന്റെ ലെക്ചേഴ്സിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ റൊമാൻറ്റിസിസം എന്ന് പറയുന്ന ഒരു ഏരിയ കഴിഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഞാനിപ്പോൾ ഇതുവരെ കമന്റോ കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കിയിരുന്നില്ല. സോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ, റൊമാൻറ്റിക് എന്ന് പറയുന്ന ഒരു ഏജ് കഴിഞ്ഞു, റൊമാൻറ്റിക് ഏജ് കഴിഞ്ഞു. ഇനി വിക്ടോറിയൻസിനെ ഒന്ന് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയാലോ, വിക്ടോറിയൻ ഏജ് വാസ് അൺഡൗട്ടഡ്ലി ദ ഏജ് ഓഫ് ഫിക്ഷൻ, അല്ലെ ഏജ് ഓഫ് നോവൽ. നോവലിന്റെ കാലഘട്ടമായിരുന്നു. ജസ്റ്റ് ലൈക്ക് റൊമാൻറ്റിക് പീരിയഡ് വാസ് ദ ഏജ് ഓഫ് പോയട്രി. സോ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. അതായത് തുടർച്ചയായിട്ട് ഇങ്ങനെ കമന്റ് നോക്കുന്നില്ല, പറഞ്ഞിട്ട് ഒരു സമയം എത്തുമ്പോൾ നോക്കാമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. ഓക്കെ, സോ എല്ലാവരും ഓക്കെ വന്നിട്ടുണ്ട്. സോ ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ? ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു മുമ്പോട്ട് പോകാം. ഇനി ക്ലാസ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഇനി വിക്ടോറിയൻ പീരീഡിലേക്ക് പോകാം. വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുമ്പോൾ അറിയാലോ, ആ പീരീഡ് ഏകദേശം 1837 തൊട്ട് 1901 വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ സാധാരണ വിക്ടോറിയൻ ഏജ് എന്ന് പറയാറുള്ളത്. ഫിക്ഷന്റെ കാലഘട്ടമായിരുന്നു. എന്നാലും മികച്ച കവികളായ ടെന്നിസനും ബ്രൗണിങ്ങും ഈ സമയത്ത് തന്നെയായിരുന്നു. അപ്പോൾ ടെന്നിസണിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വോളിയം ഓഫ് പോയട്രി, അതിന്റെ പേര് പോംസ് ബൈ ടു ബ്രദേഴ്സ് എന്നാണ്. പോംസ് ബൈ ടു ബ്രദേഴ്സ്. അത് 1827 വന്നത്. പോംസ് ബൈ ടു ബ്രദേഴ്സ്. അദ്ദേഹത്തിന് ചാൻസലറിന്റെ ഗോൾഡ് മെഡൽ കിട്ടിയ കവിതയാണ് ടിംബക്ടു. അദ്ദേഹത്തിന്റെ പ്രൈസ് പോം എന്നാണ് പറയുന്നത്. പ്രൈസ് പോം, സമ്മാനം കിട്ടിയ കവിത, പ്രൈസ് പോം. ഇത് ശരിക്കും അദ്ദേഹം പണ്ടൊരു കവിത എഴുതിയിരുന്നു. ആ കവിതയുടെ റീവർക്കിംഗ് ആണ് ടിംബക്ടു. ഏതാണ് ആ കവിത? ആർമഗഡൺ എന്നാണ് ആ കവിതയുടെ പേര്. ഓക്കെ, ആർമഗഡൺ. ആർമഗഡൺ എന്നാണ് ആ കവിതയുടെ പേര്. ഓക്കെ, പിന്നീട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കളക്ഷൻ പോംസ് ചീഫ്ലി ലിറിക്കൽ, അത് 1830 അപ്പൊ ആദ്യത്തെ കളക്ഷൻ വരുന്നത് 1827 പോംസ് ബൈ ടു ബ്രദേഴ്സ്. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രൈസ് പോം എന്ന് പറയുന്ന കവിതയാണ് ടിംബക്ടു, ചാൻസലറിന്റെ ഗോൾഡ് മെഡൽ കിട്ടിയത്. പിന്നീട് പോംസ് ചീഫ്ലി ലിറിക്കൽ 1830 പ്രത്യക്ഷപ്പെട്ടത്. പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കവിതകളുടെ പേര് പറയാം. ലേഡി ഓഫ് ഷാലറ്റ്, ദെൻ യുലീസസ്. അറിയാലോ, പ്രധാനപ്പെട്ട ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ്. മാത്രമല്ലാത്ത വരികൾ, ടു ഫോളോ നോളജ് ലൈക്ക് എ സിംഗിങ് സ്റ്റാർ, പിന്നെ ദ ലോങ് ഡേ വെയിൻസ്, അതുപോലെ തന്നെ ടു സ്ട്രൈവ് ടു സീക്ക് ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു വീൽഡ്. അടുത്ത ക്ലോസിംഗ് ലൈൻ ഉണ്ടല്ലോ, സ്ട്രൈവ് ടു സീക്ക് ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു വീൽഡ്. വളരെ ഫേമസ് ആയിട്ടുള്ള വരികളാണ് അതൊക്കെ. സോ ഒരുപാട് പ്രധാനപ്പെട്ട വരികളുള്ള ഒരു കവിതയാണ് യുലീസസ്. അപ്പൊ യുലീസസിൽ വരുന്ന ക്യാരക്ടേഴ്സ്, ഒന്ന് യുലീസസ് അല്ലാതെ തന്നെ ഭാര്യ പെനിലോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹിസ് ഓൾഡ് വൈഫ് പെനിലോപ്പ് എന്നാണ് പറയുന്നത്. ഓൾഡ് വൈഫ്, പഴയ ഭാര്യ എന്നല്ല, വൃദ്ധയായ ഭാര്യ. ഓൾഡ് എന്ന് പറയുന്നതിൽ തന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ അമർഷം അതിലുണ്ട്, പെനിലോപ്പ്. പിന്നീട് അദ്ദേഹം അറിയാലോ, കുറെ വർഷം അദ്ദേഹം ട്രോജൻ വാറിൽ പങ്കെടുത്തു. പിന്നീട് യാത്രകൾ, ഇതൊക്കെ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ നാടായ ഇത്താക്ക, നാടിന്റെ പേര് ഇത്താക്ക എന്നാണ്. ഇത്താക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ്. അങ്ങനെ നാട്ടിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒന്നും തന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്നില്ല. ഒന്നും അദ്ദേഹത്തിന് നത്തിങ് എക്സൈറ്റ്സ് ഹിം. സോ ഹി തിങ്സ് ദാറ്റ് ഹി ഷുഡ് ലീവ്. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് എങ്ങനെയാണോ ജീവിച്ചത് അതിന് നേരെ വിപരീതമായ ഒരു ജീവിതമാണ് ഈ ഐലൻഡിൽ വന്നത്. കാരണം ഈ ഐലൻഡ് ജനങ്ങളെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അവർക്ക് തിന്നുക, ഉറങ്ങുക, പണം പൂഴ്ത്തി വെക്കുക, ഇത് മാത്രമാണ് അവരുടെ ശീലമെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. സോ ഇവിടുന്ന് പോകാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ മകനായ ടെലിമാക്കസിനെ, മകന്റെ പേര് ടെലിമാക്കസ് എന്നാണ്. ടെലിമാക്കസിനെ രാജാവാക്കിയിട്ട് അദ്ദേഹം നാട് വിടുന്നതാണ് യുലീസസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് മോട്ടിയാദർ വളരെ ഫേമസ് ആണ്. പിന്നീട് ടിത്തോണസ് എന്ന് പറയുന്നത് അറോറയുടെ കാമുകനായിരുന്നു. അങ്ങനെ ഗോഡസ് ഓഫ് ഡോൺ അറോറ എന്ത് ചെയ്യുന്നു? ടിത്തോണസിന് ഇമ്മോർട്ടാലിറ്റി കൊടുക്കുന്നു, അതായത് ഒരിക്കലും മരിക്കാത്ത വരം കൊടുക്കുന്നു. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ടിത്തോണസ് യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് പോയി. അദ്ദേഹം പ്രായമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായി ശരീരം കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാറുന്നു. അത് ഒരുപാട് ക്ഷയിച്ചൊരു പരുവാകുന്നു. അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാം ഇല്ലാതാവുന്നു, ഭൂമിയിലുള്ള എല്ലാം ഇല്ലാതാവുന്നു, മനുഷ്യരെല്ലാം മരിക്കുന്നു. സോ അദ്ദേഹം ഒരു മനുഷ്യവംശത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല. ഈ ഒരു വരം തിരിച്ചെടുക്കാൻ അദ്ദേഹം കാമുകിയോട് പറയുന്നതാണ്. പിന്നീട് ലോക്സ്ലി ഹാൾ, ദെൻ
പ്രിൻസസ് എമിറ്റ്ലി, അത് 1847 വന്നൊരു വർക്കാണ്. ദെൻ ഇൻ മെമ്മോറിയം 1850. അപ്പോ എപ്പോഴും കുട്ടികൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് 1850 എന്ന് പറയുന്ന വർഷം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആനസ് മിറാബിലിസ് ആണ്. ഓക്കെ, എന്താണ് ഇതിന്റെ അർത്ഥം? ആനസ് മിറാബിലിസ് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ ഇയർ എന്നാണ് അർത്ഥം. നമ്മുടെ ടെന്നിസിനെ സംബന്ധിച്ച് 1850 നല്ല വർഷമായിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചു. 2 ഇൻ മെമ്മോറിയം പബ്ലിഷ് ചെയ്യപ്പെട്ടു. 3 അദ്ദേഹം പോയറ്റ് ലോറേറ്റ് ആയി. ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ 1850 എന്ന വർഷം അദ്ദേഹത്തിന് നല്ലതായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം 1850 തന്നെയാണ് വേർഡ്സ്വർത്ത് മരിക്കുന്നത്. ഇപ്പൊ വേർഡ്സ്വർത്ത് മരിച്ചതിന് ശേഷമാണ് ടെന്നിസൺ പോയറ്റ് ലോറേറ്റ് ആവുന്നത്. പിന്നീട് ദ ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗഡ് 1854, ദെൻ മോഡ് 1855, ദെൻ ഐഡൽസ് ഓഫ് ദ കിങ് 1859, ദെൻ ഇനോക്ക് ആർഡൻ 1864. ഇനോക്ക് ആർഡൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു കാണാതായ ഒരാള് തിരിച്ചു വരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആൾ മരിച്ചു എന്ന് വിചാരിക്കുന്നു, അയാൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അയാളുടെ ഭാര്യ ഓൾറെഡി വേറൊരാളുടേതായി കഴിഞ്ഞു. സോ ഈ ഒരു തീം ഉണ്ടല്ലോ, ഒരാൾ കാണാതാവുന്നു, കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അയാളുടെ പ്രിയപ്പെട്ടവർ വേറൊരാളുടേതായി മാറുന്നു. അപ്പൊ ഈ തീമിനെ നമ്മൾ ഇന്ന് ഇനോക്ക് ആർഡൻ തീം എന്നാണ് പറയാറുള്ളത്. സോ ഇനോക്ക് ആർഡൻ 1864 എഴുതപ്പെട്ടത്. നെക്സ്റ്റ് പോയറ്റ് റോബർട്ട് ബ്രൗണിംഗ്, ഇൻഫാക്ട് എ പേഴ്സൺ ഹു പെർഫെക്റ്റഡ് ഡ്രമാറ്റിക് മോണോലോഗ്. പ്രധാനപ്പെട്ട വർക്ക്സ് പോളിൻ 1833, then പാരാസെൽഷ്യസ് 1835, സോർഡല്ലോ, പിപ്പാപ്പാസസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് ഏർലി കരിയറിലെ വർക്ക്സ് ആണ്. പിന്നീട് പ്രധാനപ്പെട്ട ഒരു കളക്ഷൻ മെൻ ആൻഡ് വിമൺ, ഇറങ്ങിയ സമയത്ത് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. എല്ലാവരും ക്രിട്ടിക്സ് ഒക്കെ വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നൽകിയത്. മെൻ ആൻഡ് വിമനിലെ പ്രധാനപ്പെട്ട കവിതകളായിരുന്നു ഫ്രാ ലിപ്പോലിപ്പി, എ ടൊക്കാറ്റ് ഓഫ് ഗാലിബസ്, ദെൻ ചൈൽഡ് ഹാരൽഡ് ടു ദ ഡാർക്ക് ടാർ കെയിം, ദെൻ ബിഷപ്പ് ബ്ലോഗ്രംസ് അപ്പോളജി, ആൻഡ്രിയ ഡെൽ സാർട്ടോ, ലവ് എമംഗ് ദ റൂയിൻസ്, സോൾ, ക്ലിയോൺ ആൻഡ് വൺ വേർഡ് മോർ. ഇത് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിന് ഡെഡിക്കേറ്റ് ചെയ്ത കവിതയാണ് കേട്ടോ. വൺ വേർഡ് മോർ ടു EBB. സോ മെൻ ആൻഡ് വിമൺ എന്ന് പറയുന്ന കളക്ഷനിലെ പ്രധാനപ്പെട്ട കവിതകളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഒരു കളക്ഷൻ ഡ്രമാറ്റിസ് പേഴ്സണെ, അതിലെ പ്രധാനപ്പെട്ടത് കേട്ടോളൂ. ജെയിംസ് ലീസ് വൈഫ് ആപ്പ് വോഗ്ലർ. പിന്നീട് റബി ബെൻ ഇസ്ര, വളരെ ഫേമസ് ആണ് റബി ബെൻ ഇസ്ര. ദെൻ എ ഡെത്ത് ഇൻ ദ ഡെസേർട്ട്, മിസ്റ്റർ സ്ലഡ്ജ്, ദ മീഡിയം ആൻഡ് കാലിബൻ അപ്പോൺ സെറ്റിബോസ്. അറിയാലോ കാലിബൻ, നമ്മുടെ ഷേക്സ്പിയറിന്റെ ടെമ്പസിലെ കാലിബൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ദൈവമായ സെറ്റിബോസിനെ കുറിച്ച് പറയുന്നതാണ് ഈ കവിത, കാലിബൻ അപ്പോൺ സെറ്റിബോസ്. നെക്സ്റ്റ് EBB, എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്. ഇപ്പം നമ്മൾ ബ്രൗണിങ്ങിന്റെ ഒരു കവിത ഡെഡിക്കേഷൻ അല്ലേ, വൺ വേർഡ് മോർ ടു EBB, അതാണ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്. സോണറ്റ്സ് ഫ്രം ദ പോർച്ചുഗീസ് ആണ് പ്രധാനപ്പെട്ട കളക്ഷൻ. കണ്ടില്ല 1850 തന്നെയാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. സോ സോണറ്റ്സ് ഓഫ് ദ പോർച്ചുഗീസും അതുപോലെ തന്നെ ഇൻ മെമ്മോറിയം വന്നത് ഒരേ വർഷമാണ്. സോണറ്റ്സ് ഫ്രം ദ പോർച്ചുഗീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 44ഓളം വരുന്ന ലവ് സോണറ്റ്സ്. അതിലൊരു പ്രധാനപ്പെട്ട സോണറ്റ് ആണ് ഹൗ ഡു ഐ ലവ് ദീ, ലെറ്റ് മീ കൗണ്ട് ദ വേസ്. പിന്നീട് അറോറ ലേ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്, an epic verse നോവൽ. ശ്രദ്ധിക്കുക, ഇതൊരു വേഴ്സ് നോവലാണ്, എഴുതപ്പെട്ടിരിക്കുന്നത് ബ്ലാങ്ക് വേഴ്സിലും. അറോറ ലേ. അടുത്തത് മാത്യു ആർണൾഡ്, കവിതകളെ കുറിച്ച് പറയാം. മാത്യു ആർണൾഡ് ആസ് എ ക്രിട്ടിക്കോ പോയറ്റ്, ഒരു പ്രോസ് റൈറ്റർ അല്ല, ആസ് എ പോയറ്റ്. മാത്യു ആർണൾഡ് ആസ് എ ക്രിട്ടിക് അല്ല ഞാൻ ഇവിടെ പറയുന്നത്, അദ്ദേഹം ഒരു പോയറ്റ് എന്ന നിലയിൽ എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പോയട്രിയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്. മേജർ വർക്ക്സ് എന്ന് പറയുന്നത് എംപിഡോക്കിൾസ് ഓൺ എറ്റ്ന, ദെൻ പോംസ് ഇൻ 1853, പിന്നെ അതിന്റെ സെക്കൻഡ് സീരീസ് 1855. പിന്നീട് മെറോപ്പ് എന്ന് പേരുള്ള ഒരു ക്ലാസിക്കൽ ട്രാജഡി അദ്ദേഹം 1858 എഴുതിയിട്ടുണ്ട്. മെറോപ്പ് എന്നാണ് പേര്. Then his most famous ഡോർബീച്ച്, തിർസസ്, അറിയാലോ ഇതൊരു എലജിയാണ്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മരിച്ചപ്പോൾ എഴുതിയാണ്. Then the scholar gypsy, എംപിഡോക്കിൾസ് ഓൺ എറ്റ്ന. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 4 വർക്ക്സ് ആണ് ഞാൻ ഈ പ്രതിപാദിച്ചിരിക്കുന്നത്. Then pre-Raphaelite brotherhood, ഒരു കൂട്ടായ്മ. ഈ കൂട്ടായ്മ രൂപീകരിക്കപ്പെടുന്നത് ഫോംഡ് ഇൻ 1848 ബൈ ആരൊക്കെയാണ്? പെയിന്റർ പോയറ്റ്സ് ആയ DG റോസറ്റി, ഹോൾമാൻ ഹണ്ട്, ജോൺ എവററ്റ് മിലേസ്. ഇവർ 3 പേര് ചേർന്ന് 1848 തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് പ്രീ റാഫലറ്റ് ബ്രദർഹുഡ്. ഇതിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം. വില്യം മോറിസ്, ക്രിസ്റ്റീന റോസറ്റി, ദെൻ വില്യം മൈക്കൽ റോസറ്റി, ദെൻ AC സ്വിൻബേൺ, സ്റ്റീഫൻസ്, ജെയിംസ് കോളിൻസൺ, തോമസ് വൂൾണർ, കവൻട്രി പാറ്റ്മോർ. ഇത്രയും പേരാണ് പ്രധാനപ്പെട്ട
ആൾക്കാരെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട മെമ്പേഴ്സ്. പിന്നെ ഇവർക്കൊരു ജേണൽ ഉണ്ടായിരുന്നു, ദ ജേം എന്നാണ് പേര്. ദ ജേം, ഇതാണ് ആൾക്കാരുടെ, ഇവരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തവരുടെ ജേണലിന്റെ പേരാണ് ദ ജേം. പക്ഷെ ഈ മൂവ്മെന്റും അതുപോലെ തന്നെ ഈ ജേണലിന്റെയും ആയുസ് വളരെ എന്താ പറയാ പരിമിതമായിരുന്നു. പിന്നെ ഇവരെ റോബർട്ട് ബുച്ചൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ, റോബർട്ട് ബുച്ചനൻ ഫ്ലഷി സ്കൂൾ ഓഫ് പോയട്രി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. ഫ്ലഷി സ്കൂൾ ഓഫ് പോയട്രി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്, ഫ്ലഷി സ്കൂൾ. കാരണം ദീസ് ഗൈസ് വെർ സോ ഒബ്സസ്ഡ് വിത്ത് ദ ബോഡി നോട്ട് വിത്ത് ദ സോൾ. ഇതായിരുന്നു കംപ്ലൈന്റ്. ഓക്കെ, സോ പ്രിയ റാഫേൽ ബ്രദർ, ഇതോടുകൂടി നമ്മൾ വിക്ടോറിയൻ പൊയട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അല്ലെ, വിക്ടോറിയൻ പൊയട്രിയിൽ നമ്മൾ ടെന്നിസൺ, അതുപോലെ തന്നെ ബ്രൗണിങ്, ദെൻ മാത്യു ആർണൾഡ്, എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയ റാഫേൽ ബ്രദർഹുഡ്, ഇത്രയും കൂട്ടരെ പറഞ്ഞ് നമ്മൾ വിക്ടോറിയൻ പൊയട്രി ഒരു വഴിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വിക്ടോറിയൻ ഫിക്ഷനിലേക്ക് കടക്കാം. അറിയാലോ, ഇതാണ് കൂടുതൽ പറയാനുള്ളത്. ഒത്തിരി സംസാരിക്കാനുള്ളത് വിക്ടോറിയൻ ഫിക്ഷനെ കുറിച്ചാണ്. ഒരുപാട് നോവലിസ്റ്റുകളുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ ഞാൻ പറയാം. ആദ്യം നമ്മുടെ ചാൾസ് ഡിക്കൻസ്. ഫസ്റ്റ് ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്, ഡിക്കൻസിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇപ്പോ ഡിക്കൻസിനെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വരും. എന്നാലും അദ്ദേഹത്തിന്റെ വർക്ക്സ് മാത്രം പറയാം. പ്രധാനപ്പെട്ട വർക്ക്സ് വർഷങ്ങൾ സഹിതം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിക്വിക് പേപ്പേഴ്സ്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ, അദ്ദേഹത്തിന്റെ ആദ്യ ബുക്കല്ല, ആദ്യ നോവൽ. ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സ്കെച്ചസ് ബൈ ബോസ് ആണ്, പിക്വിക് പേപ്പേഴ്സ്. അത് കഴിഞ്ഞാൽ ഒളിവർ ട്വിസ്റ്റ് 1837, നിക്കോളാസ് നിക്കിൾബി 1838, ബാർണബി റെഡ്ജ് 1841, ക്രിസ്മസ് കരോൾ 1843, പിന്നെ ഡോംബി ആൻഡ് സൺ 1848, ഡേവിഡ് കോപ്പർഫീൽഡ് 1850, ബ്ലീക്ക് ഹൗസ് 53, ഹാർഡ് ടൈംസ് 54, ലിറ്റിൽ ഡോററ്റ് 55, ടെയിൽ ഓഫ് ടു സിറ്റീസ് 59, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ 61. അതിൽ ഡിക്കൻസ് അദ്ദേഹം വളരെ മനോഹരമായ ഒരുപാട് കഥാപാത്രങ്ങളെ ക്രിയേറ്റഡ് സം ഓഫ് ദ മെമ്മറബിൾ ക്യാരക്ടേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ എല്ലാ നോവൽസിലെയും ക്യാരക്ടേഴ്സ് വളരെ ഫേമസ് ആണ്. എല്ലാവരെയും എനിക്ക് ഡീറ്റെയിൽഡ് ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. സോ പ്രധാനപ്പെട്ട വർക്ക്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കൊണ്ട് ഓർക്കുക, അദ്ദേഹത്തിന്റെ ഫൈനൽ കംപ്ലീറ്റഡ് നോവൽ എന്ന് പറയുന്നത് അവർ മ്യൂച്വൽ ഫ്രണ്ട് ആണ്, എഴുതി പൂർത്തിയാക്കിയ അവസാനത്തെ നോവൽ. പിന്നെ ഒരു നോവൽ അദ്ദേഹം എഴുതി പൂർത്തിയാക്കിയിട്ടില്ല, അതിന്റെ പേര് ദ മിസ്റ്ററി ഓഫ് എഡ്വിൻ ഡ്രൂഡ് എന്നാണ്. അത് സീരിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ അദ്ദേഹം മരിച്ചപ്പോൾ ആ സീരിയലൈസേഷൻ നിന്നു. മിസ്റ്ററി ഓഫ് എഡ്വിൻ ഡ്രൂഡ് ഇസ് ദ ഇൻകംപ്ലീറ്റ് വർക്ക് ഓഫ് ചാൾസ് ഡിക്കൻസ്. അടുത്തത് നമ്മുടെ സ്വന്തം താക്കറെ, വില്യം മാക്പീസ് താക്കറെ. വാനിറ്റി ഫെയർ, എ നോവൽ വിത്തൗട്ട് എ ഹീറോ. അതുപോലെ ബെക്കി ഷാർപ്പും അമീലിയ സെറ്റ്ലിയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. പേര് എഴുതിയിടാവുന്നു, ബെക്കി, അമീലിയ. ഇവർ രണ്ടുപേരുമാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. ദെൻ ഹിസ്റ്ററി ഓഫ് പെൻഡനസ്. അതിനുശേഷം ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് 1848-50 എന്ന് വെച്ചാൽ സീരിയലൈസ് ചെയ്തു തന്ന വർഷം എന്നാണ്. കാരണം ഇതൊന്നും അങ്ങനെ ബുക്ക് ഫോമിൽ ഉടനെ അങ്ങ് അടിച്ചിറക്കിയതല്ല, സീരിയലൈസ് ചെയ്യപ്പെടുകയായിരുന്നു എല്ലാം. ദെൻ ഹിസ്റ്ററി ഓഫ് ഹെൻറി എസ്മോണ്ട് 1852, ദ ന്യൂ കംസ് 1853-55, റോസ് ആൻഡ് ദ റിംഗ് 1855, ദെൻ ദ വെർജീനിയൻസ്, അതും മന്ത്ലി പാർട്സിലാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് കംപ്ലീറ്റ് നോവൽ എന്ന് പറയുന്നത് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഫിലിപ്പ് ആണ്, ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഫിലിപ്പ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ബ്രോണ്ടെ സിസ്റ്റേഴ്സ്. ബ്രോണ്ടെ സിസ്റ്റേഴ്സിലേക്ക് ഒരു അറിയാലോ, ഷാർലറ്റ്, എമിലി, ആൻ. ഇവർ മൂന്നുപേരും തൂലികാ നാമം ഉപയോഗിച്ചിട്ടുണ്ട്, മൂന്നുപേരും. വേർ ദ 3 of the 5 daughters of an Irish Anglican clergyman. അവർക്ക് ഒരു ബ്രദർ ഒക്കെ ഉണ്ടായിരുന്നു, ബ്രാൻവെൽ എന്നാണ് പേര്. സോ ഈ ബ്രോണ്ടെ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 2 നോവൽസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ജെയിൻ എയറും വുതറിംഗ് ഹൈറ്റ്സ്. ജെയിൻ എയർ നമ്മുടെ ഷാർലറ്റിന്റെയും അതുപോലെ തന്നെ വുതറിംഗ് ഹൈറ്റ്സ് എമിലി ബ്രോണ്ടയുടെയാണ്. ഇത് രണ്ടുമാണ് അറിഞ്ഞിരിക്കേണ്ടത്. മാത്രമല്ല ജെയിൻ എയറിന്റെ 2ാമത്തെ എഡിഷൻ അത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് താക്കറയ്ക്കാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. താക്കറയ്ക്കാണ് അതിന്റെ 2nd എഡിഷൻ അത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വുതറിംഗ് ഹൈറ്റ്സ് അറിയാലോ, വുതറിംഗ് ഹൈറ്റ്സിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വി ഹാവ് ജോർജ് എലിയട്ട്. ജോർജ് എലിയറ്റിന്റെ വർക്ക്സ് പറയുന്നതൊക്കെയാണ്. ആഡം ബീഡ് 1859, ദെൻ മിൽ ഓൺ ദ ഫ്ലോസ് 1860, സിലാസ് മാർണർ 1861, ദെൻ ഫെലിക്സ് ഹോൾട്ട് ദ റാഡിക്കൽ 1866, പിന്നീട് മിഡിൽ മാർച്ച്, എ സ്റ്റഡി ഓഫ് പ്രൊവിൻഷ്യൽ ലൈഫ്. അത് ഏകദേശം ഇൻഡിപെൻഡന്റ് പാർട്സ് ആയിട്ട് 71-72 കാലഘട്ടത്തിലാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. സോ ഇത് കണ്ടില്ലേ, 61 ഏകദേശം ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ഇറങ്ങിയ അതേ വർഷം തന്നെയാണ് സിലാസ് മാർണർ വരുന്നത്. ടെയിൽ ഓഫ് ടു സിറ്റീസ് വന്ന സമയത്താണ് അതേ വർഷമാണ് ആഡം ബീഡ് വന്നത്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ,
അതിനുശേഷം ഡാനിയൽ ഡെറോണ്ട 1874. പിന്നീട് ഇംപ്രഷൻസ് ഓഫ് തിയോഫ്രാസ്റ്റസ് സച്ച് 1879. അടുത്തത് തോമസ് ഹാർഡി. ഒരുപാട് വർക്ക്സ് ഉണ്ട്, എന്നാലും ആദ്യ പബ്ലിഷ്ഡ് നോവൽ എന്ന് പറയുന്നത് ഡെസ്പറേറ്റ് റെമഡീസ് ആണ് 1871. സോ എനിക്കൊന്ന് പുവർ മാൻ ആൻഡ് എ ലേഡി എന്ന് പറഞ്ഞൊരു നോവലൊക്കെ ആദ്യം എഴുതിയിരുന്നു, അതാണ് തോന്നുന്നു ടൈറ്റിൽ. പക്ഷെ അതിന് പബ്ലിഷർ ഒന്നും കിട്ടാതെയായി. പിന്നെ ഡെസ്പറേറ്റ് റെമഡീസ് ആണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇനി അണ്ടർ ദ ഗ്രീൻവുഡ് ട്രീ 1872, ദെൻ പെയർ ഓഫ് ബ്ലൂ ഐസ്, ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ്. ഇവിടെയാണ് നമ്മുടെ ഹാർഡി വെസെക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡിലാണ്. എവിടുന്നാണ് ഈ ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് കിട്ടിയെന്നറിയോ? നമ്മുടെ എലജി, ഗ്രേഡ് എലജിയിൽ നിന്നാണ് ഈ ടൈറ്റിൽ കിട്ടുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ടൈറ്റിൽ എവിടുന്ന് കിട്ടി, ആ കഥാപാത്ര റെഫറൻസ് എവിടെയാണുള്ളത്, അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഈ വർഷങ്ങൾ ഞാൻ എടുത്തു പറയുന്ന അറിയാലോ, ക്രോണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ദെൻ ദ റിട്ടേൺ ഓഫ് ദ നേറ്റീവ് 1878, മേയർ ഓഫ് കാസ്റ്റബ്രിഡ്ജ് 1886, വുഡ്ലാൻഡേഴ്സ് 87, ടെസ് 1891. ടെസ് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു ടെസ്. പിന്നീട് ഒരെണ്ണം കൂടെ ഉണ്ട്, ജൂഡ് ദ ഒബ്സ്ക്യൂർ. ആ ന്യൂ വുമൺ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അന്നത്തെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, ദ ന്യൂ വുമൺ. ഈ ന്യൂ വുമൺ കോൺസെപ്റ്റ് എക്സ്പ്ലോർ ചെയ്ത രണ്ട് വർക്ക്സ് ആണ് ടെസ്സും ജൂഡും. ഇത് രണ്ടും ഭയങ്കര വിവാദമായപ്പോഴത്തേക്ക് ലാസ്റ്റ് ഹാർഡി നോവൽ എഴുത്ത് നിർത്തി കവിതകൾ എഴുതാൻ തുടങ്ങിയിരുന്നു. ദെൻ ഹെൻറി ജെയിംസ്, ജനിച്ചതറിയാലോ, അദ്ദേഹം കുറെക്കാലം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വർക്ക്സിലേക്ക് കിടക്കാം. റോഡ്രിക് ഹഡ്സൺ 1875, ദ അമേരിക്കൻ 1877, ഡെയ്സി മില്ലർ, ദ യൂറോപ്പിയൻസ്, കോൺഫിഡൻസ്, പോർട്രേറ്റ് ഓഫ് എ ലേഡി. തീരുന്നില്ല, ഇനിയുണ്ട് വാട്ട് മെയ്സി ന്യൂ, ദെൻ ദ ടേൺ ഓഫ് ദ സ്ക്രൂ, വിങ്സ് ഓഫ് ദ ഡോ, ബീസ്റ്റ് ഇൻ ദ ജംഗിൾ, ഗോൾഡൻ ബൗൾ, ഇന്ത്യൻ അവേഴ്സ്, ഔട്ട്ക്രൈ. ഇത്രയും വർക്ക്സ് ഹെൻറി ജെയിംസ്, ഇത്രയും വർക്ക്സും വളരെ ഫേമസ് ആണ്. പ്രത്യേകിച്ച് ഈ ടേൺ ഓഫ് ദ സ്ക്രൂ ഒക്കെ എനിക്കൊന്നു ഈ ന്യൂ ക്രിറ്റിക്സ്, ഫോർമലിസ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ടേൺ ഓഫ് ദ സ്ക്രൂ ഒക്കെ. ഓക്കെ, ഈ വർഷങ്ങൾ സഹിതം ഓർത്ത് വെച്ചേക്കുക. വർഷം ചിലപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തിരുന്നിരിക്കും, പക്ഷെ നിങ്ങൾ അത് കൃത്യമായി ഓർത്ത് വെച്ചേക്കുക. മാത്യു ആർണൾഡ്. ഞാൻ നേരത്തെ മാത്യു ആർണൾഡ് പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ പൊയറ്റ് എന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഞാൻ അവിടെ പറഞ്ഞത്. ആസ് എ പ്രോസ് റൈറ്റർ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ എസ്സൈസ് ഇൻ ക്രിറ്റിസിസം 1865 എഴുതപ്പെട്ടത്. 1865. ഈ എസ്സൈസ് ഇൻ ക്രിറ്റിസിന്റെ ഫസ്റ്റ് സീരീസ് വരുന്നത് 1865. സെക്കൻഡ് സീരീസ് അദ്ദേഹം മരിച്ചതിന് ശേഷം പോസ്റ്റ്മസ് ആയിട്ട് 88 വരുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ ചില എസ്സൈസ് അറിയാലോ, സ്റ്റഡി ഓഫ് പൊയട്രിയും അതുപോലെ തന്നെ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം അറ്റ് ദ പ്രസന്റ് ടൈം. ഇത് രണ്ടും വന്നിട്ടുള്ളത് എസ്സൈസ് ഇൻ ക്രിറ്റിസിലാണ്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കളക്ഷനാണ് കൾച്ചർ ആൻഡ് അനാർക്കി 1869. അപ്പൊ ഓർത്തു വെക്കുക, എസ്സൈസ് ഇൻ ക്രിറ്റിസിസം, കൾച്ചർ ആൻഡ് അനാർക്കി, പ്രധാനപ്പെട്ട രണ്ട് വർക്ക്സ്. പിന്നീട് തോമസ് കാർലൈൽ, പ്രധാന വർക്ക്സിന്റെ പേരുകൾ വായിക്കാം. സയൻസ് ഓഫ് ദ ടൈംസ് 1829, then Sartor Resartus 1836, French Revolution 1837, and Chartism 1840. പിന്നീട് ഓൺ ഹീറോസ്, ഹീറോ വർഷിപ്പ് ആൻഡ് ദ ഹീറോസ് ഇൻ ഹിസ്റ്ററി, അത് 1841. പിന്നീട് പാസ്റ്റ് ആൻഡ് പ്രസന്റ് 1843, ലാറ്റർ ഡേ പാംപ്ലെറ്റ്സ് 1850, ആൻഡ് ഷൂട്ടിംഗ് നയാഗ്ര ആൻഡ് ആഫ്റ്റർ 1867. അടുത്തത് ജോൺ റസ്കിൻ. റസ്കിന്റെ വർക്ക്സ് ഏതൊക്കെയാന്ന് കേട്ടോളൂ. ഒത്തിരി ഉണ്ട്, നമുക്കറിയാലോ വിക്ടോറിയൻ ഏജ് എന്ന് പറഞ്ഞ ഒരുപാട് റൈറ്റേഴ്സിന് ഇതുപോലെ പഠിക്കാനുണ്ട്. അതും ഇതിപ്പോ ഈ ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ചുരുക്കി വർക്ക്സിൽ മാത്രം പറയുന്നത്. നമ്മുടെ കോഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അൺടു ദിസ് ലാസ്റ്റ്, ഫോർ സ്ക്ലാവിജർ, മുനറ പൽവറിസ്, 7 ലാംപ്സ് ഓഫ് ആർക്കിടെക്ചർ, മോഡേൺ പെയിന്റേഴ്സ്, സ്റ്റോൺസ് ഓഫ് വെല്ലിസ്, ആൻഡ് സെസാം ആൻഡ് ലിലീസ്. ഇത്രയാണ് ജോൺ റസ്കിന്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ വെബിനാർ സെഷന്റെ ഇന്നത്തെ കാര്യങ്ങൾ അവസാനിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ വിക്ടോറിയൻ ആൻഡ് റൊമാൻറ്റിക് ഏജ്, ഈ രണ്ട് ഏരിയകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് റൈറ്റേഴ്സ് ഉള്ള ഒരു ഏരിയ, കഴിയുന്നത് ഒരു ക്ലാസ് 1 മണിക്കൂറിൽ എനിക്ക് പറയാൻ സാധിക്കുക, അവരെ കുറിച്ച് പറയുക, പ്രധാനപ്പെട്ട റൈറ്റേഴ്സിനെ കുറിച്ച് പറയുക, അവരുടെ പ്രധാനപ്പെട്ട റൈറ്റിംഗ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക. ഇത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. എന്തായാലും അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ വർക്കും ലൈൻ ബൈ ലൈൻ അല്ലെങ്കിൽ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അനുസരിച്ച് പോകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയോ? നിങ്ങളുടെ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും ഒന്ന് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ, അതിൽ സംശയങ്ങൾ, എന്തെങ്കിലും സജഷൻസ്, ഫീഡ്ബാക്സ് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. സോ നമ്മുടെ വെബിനാർ സീരീസിന്റെ ടൈം ടേബിൾ പ്രകാരം നാളെ വരുന്നത്, ശ്രദ്ധിക്കുക, നാളെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയ ആണ് നാളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക് എന്താണെന്നറിയാലോ, 20th സെഞ്ചുറി ആൻഡ് പോസ്റ്റ് വാർ ലിറ്ററേച്ചർ ആണ്.
അതായത് ഏകദേശം ഇന്നിപ്പോ വിക്ടോറിയൻ ഏജ് വരെ ഞാൻ പറഞ്ഞു നിർത്തി. അപ്പൊ വിക്ടോറിയൻ ഏജ് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള വിക്ടോറിയൻ ഏജ് അവസാനിക്കുന്നത് 1901. അപ്പൊ ഏകദേശം 19ാം നൂറ്റാണ്ടിന്റെ അവസാനം വരുന്ന ഫിൻഡിസിക്കൽ റൈറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. 19th സെഞ്ചുറിയുടെ ലാസ്റ്റ് ഫിൻഡിസിക്കൽ എന്നാണ് പറയുന്നത്. അപ്പൊ സോ ഫിൻഡിസിക്കൽ റൈറ്റേഴ്സ് തൊട്ട് 20th സെഞ്ചുറി റൈറ്റേഴ്സ്, ഒപ്പം 2 വാർ ഉണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വാർ. അപ്പോൾ ഇന്റർ വാർ പീരിയഡിലെ ലിറ്ററേച്ചർ, അത് കഴിഞ്ഞാൽ പോസ്റ്റ് മോഡേൺ, പോസ്റ്റ് വാർ സാഹിത്യം, ഇത്രയും കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ ഒരു വെബിനാർ സീരീസിൽ തന്നെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു 20th സെഞ്ചുറി പോസ്റ്റ് ലിറ്ററേച്ചർ. അതായിരിക്കും നാളെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാവരും ഓക്കെ, ഗുഡ് ക്ലാസ് മാത്രമാണ് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, ഇന്നിപ്പോ ഞാൻ പഠിപ്പിച്ച ഈ റൊമാൻറ്റിസം, അതുപോലെ തന്നെ വിക്ടോറിയൻ ലിറ്ററേച്ചർ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. എന്നിട്ട് നാളെ നിങ്ങൾക്ക് എഡ്ഫിൽ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ മോക്ക് ടെസ്റ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓരോ ദിവസവും ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്ക് ഇല്ലല്ലോ. അപ്പൊ ഈ ഒരു സെഷൻ അവസാനിക്കുമ്പോൾ, ഏകദേശം ഞങ്ങളുടെ ഈ വെബിനാർ സീരീസ് അവസാനിക്കുമ്പോൾ ഏകദേശം ഒരു 10-250 ചോദ്യങ്ങളുടെ ഒരു വെൽത്തും നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾക്കൊന്ന് ട്രാക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പഠിത്തം എവിടം വരെ എത്തിയെന്ന്. അപ്പം ഞങ്ങളിപ്പോൾ ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ബേസിക് ലെവലിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ ബേസ് ചെയ്താണ് ഈ ടെസ്റ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. സോ ഉറപ്പായിട്ടും ഇന്ന് ക്ലാസ് കേട്ടിരിക്കുന്നവർ ഉറപ്പായിട്ടും നാളെ എഡ്ഫിൽ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഫ്രീ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ മോക്ക് ടെസ്റ്റ് അവൈൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ എനിക്കൊന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നാളെ വെബിനാർ സീരീസിന്റെ 3ാം ദിവസം 20th സെഞ്ചുറി പോസ്റ്റ് വാർ ലിറ്ററേച്ചറുമായിട്ട് നമുക്ക് കാണാം. സോ താങ്ക് യു, ഹാപ്പി ലേണിംഗ് ആൻഡ് ബൈ.